ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാ ഏതത് കഥാപ്രകാശേന മതജ്ഞാനം വിനാശയാം. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. പത്മപുരാണത്തിൽ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സർവവേദാന്ത സാരം ഹി ശ്രീഭാഗവതമിശ്വരേ. ശ്രീമദ് ഭാഗവതം സമസ്ത വേദാന്ത സാര സർവസ്വം ആകുന്നു. തത്രസാമൃതതൃപ്തസ്യ ന അന്യത്ര സ്യാൽദതി ക്വചിത്. അതിൻ്റെ ആ രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതിലെ രസങ്ങളൊക്കെ പൊക്കോളും. വിഷയരസം ഉള്ളപ്പോൾ നമുക്ക് ഭഗവാന്റെ കഥകളിൽ രസം തോന്നില്ല. പനി പിടിച്ച് നാവൊക്കെ കഴിച്ചിരിക്കുന്ന ആൾക്ക് അമ്മ നല്ല സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കി കൊടുത്താലും അത് ആസ്വദിക്കാനാവോ? ഇല്ല.
നാവിൻ്റെ നമുക്ക് ഉദാഹരണമുണ്ട്, പനിയൊക്കെ പിടിച്ചിട്ടുള്ള അനുഭവം ഉണ്ടല്ലേ. ഇതുമാതിരി മനസ്സിന് ഈ വിഷയരസം പിടിപെട്ടാൽ, വിഷയപ്പനി പിടിച്ചാൽ, വിഷയങ്ങളുടെ ആസക്തിയാണ് വിഷയപ്പനി, അത് വന്നാലോ അതിൻ്റെ കറ വാസന മനസ്സിലിങ്ങനെ സ്വാധീനിച്ചിരിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ കഥയിൽ രസം, രുചി ഫുഡിനുണ്ടാവാത്ത മാതിരി ഈ ഭഗവത് കഥയിൽ നമുക്ക് രുചി തോന്നില്ല എന്ന്. അതാണ് അപ്പോൾ ഭഗവാന്റെ തിരുനാമജപമാണ് അതിനുള്ള വഴി. നാമജപം കൊണ്ട് ഈ പനിയെ മാറ്റാൻ പറ്റുന്നത്. ഹരിനാമ സങ്കീർത്തനം ഏറ്റവും വലിയ ഔഷധമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ആ മഹിമ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? സീതരാജായ സ്വാമികൾ പോലും പറയണു, ക്വാഹം മന്ദമതി, ഞാനൊരു മന്ദമതി. ഭാഗവതമാണെങ്കിലോ ഒരു സമുദ്രം, പാൽക്കടൽ പോലെ. അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കാനോ വർണ്ണിക്കാനോ ആർക്കാവും എന്നാണ് ഭാഗവതത്തിൻ്റെ പ്രശസ്ത വ്യാഖ്യാതാവ് സീതരാജസ്വാമികൾ പോലെ പറയണത്. മാത്രമല്ല ഭാഗവതത്തെക്കുറിച്ച് പറയും, വിദ്വാവതാം ഭാഗവതേ പരീക്ഷ എന്ന്. വിദ്വാൻമാരുടെ പാണ്ഡിത്യത്തിൻ്റെ ഉരകല്ല്, അതിൻ്റെ പാണ്ഡിത്യത്തെ അളക്കാനുള്ള ഉരകല്ലായി മാറിയിട്ടുണ്ട് ഭാഗവതം. അതൊരു സമുദ്രമാണ്. സമുദ്രത്തിൽ ഉപരിതലത്തിൽ നോക്കുമ്പോൾ വിലപിടിപ്പില്ലാത്ത സാധനങ്ങളാണ് കിട്ടുക അല്ലേ, ചിപ്പിയോ കക്കയോ ഒക്കെ കിട്ടും. ആഴത്തിൽ പോയാലോ രത്നാകരെന്നും കൂടി പേരുണ്ട് ഈ സമുദ്രത്തിന്. വിലപിടിപ്പുള്ളതായ രത്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നത്തം. ഇതുമാതിരിയാണ് ഭാഗവതത്തിൽ എത്രത്തോളം ആഴത്തിൽ ഒരാൾക്ക് മുങ്ങാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് അമൂല്യമായ ആധ്യാത്മിക രത്നം ലഭിക്കും. എന്തായാലും നമുക്ക് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ ഭാഗവതം ആരംഭിക്കുന്നത് മംഗളാചരണത്തോടെയാണ്, ഈശ്വരൻ്റെ സ്മരണയോട് കൂടിയിട്ടാണ്. പരമമംഗളസ്വരൂപി ആരാ? മംഗളായുധനോ ഹരി, പരമമംഗളമൂർത്തി, പരമാനന്ദമൂർത്തി, ശാശ്വതനായ ഭഗവാൻ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പറഞ്ഞുകൊണ്ടാണ് ശ്രീകൃഷ്ണായ വയം നുമഃ. വയം നുമ, നമുക്ക് നമസ്കരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. ആരെ നമസ്കരിക്കുന്നു? ശ്രീകൃഷ്ണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. എന്തിനാ ഒരാളെ നമസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ എന്തിനാ നമസ്കരിക്കണം എന്ന് ചോദിക്കില്ലേ? ആരെ നമ്മൾ നമസ്കരിക്കുക? നമ്മൾ നമസ്കരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ശ്രേഷ്ഠത വേണം, എന്തെങ്കിലും മഹത്വം ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് നമസ്കരിക്കാൻ തോന്നുള്ളൂ അല്ലേ? അതെ, നമ്മളെക്കാളും നമ്മൾ ആദരിക്കുന്ന എന്തെങ്കിലും സദ്ഗുണങ്ങൾ ഒരാൾ ഉള്ളപ്പോഴാണ് നാം ശാരീരികമായിട്ട് നമസ്കരിച്ചാലും ഇല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കും അല്ലേ? രണ്ടും ആണെങ്കിലും ശരി നർത്ഥം. കൃഷ്ണനെ എന്തിനു നമസ്കരിക്കണം? കൃഷ്ണൻ ആരാണ്? സച്ചിദാനന്ദ സ്വരൂപനാണ്. സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. പിന്നെയോ വിശ്വ ഉൽപ്പത്യാദി ഹേതവേ, ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതിലയങ്ങൾക്ക് കാരണഭൂതനാണ്. താപത്രയ വിനാശായ, എല്ലാ താപങ്ങളെയും, 3 പ്രകാരത്തിലെ താപങ്ങളെ, ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കി തീർക്കണമാണ് ശ്രീകൃഷ്ണൻ. ആദ്യത്തേത് ഭഗവാന്റെ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദനാണ് അവിടുന്ന്, ശാശ്വത ആനന്ദമാണ് അവിടുന്ന്, ശാശ്വത വസ്തുവാണ് ഭഗവാൻ കൃഷ്ണൻ. സത്ത് വെച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഉണ്മ കൊടുക്കുന്നവെന്നർത്ഥം. സത്ത്, ഉണ്മ, എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്. യാതൊന്നിലാണോ ഈ മുഴുവൻ പ്രപഞ്ചവും നിലനിൽക്കുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരഭൂതനായിരിക്കുന്ന വസ്തു എന്നർത്ഥം. വസ്ത്രങ്ങൾക്ക് ആധാരം നൂല് എന്നോണം, സ്വർണ്ണപണ്ടങ്ങൾക്ക് ആധാരം സ്വർണം, അതിലാണ് ഇതിൻ്റെ നിലനിൽപ്പ്. ഉൽപ്പത്തി സ്ഥിതിയിലെയോ ആഭരണങ്ങളുടെ സ്വർണത്തിൽ, വസ്ത്രത്തിൻ്റെ നൂലിൽ, ഈ കസേരകളുടെയൊക്കെ പ്ലാസ്റ്റിക് ഉണ്ട് എന്ന പോലെ, തിരമാലകളുടെ സമുദ്രത്തിൽ എന്ന പോലെ ഈ സമസ്ത നാമരൂപ പ്രപഞ്ചവും ആരിൽ നിന്ന് ആവിർഭവിക്കുന്നു, ആരിൽ നിലനിൽക്കുന്നു, ആരിലേക്ക് തിരിച്ചു ലയിക്കുന്നു? ആ പരമസത്യസ്വരൂപമാകുന്നു പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ സത്ത് ചിത്തായിട്ട്, ചിൽസ്വരൂപമായി, ബോധസ്വരൂപമായി, ജ്ഞാനസ്വരൂപമായി എല്ലാ ജീവികളിലും അവിടുന്ന് സന്നിധാനം ചെയ്യുന്നു. അപ്പോൾ സത്തായി എല്ലാത്തിനും ഉണ്മ തരുന്നു, ചിത്തായി എല്ലാത്തിനും ചൈതന്യവും ജീവനും അറിവും ബോധവും പ്രദാനം ചെയ്യുന്ന അർത്ഥം. അവിടുന്ന് ചിത്തായി നമ്മളിലുള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനും അറിയാൻ കഴിയുന്നത്. സത്തായി നമ്മളുള്ളത് കൊണ്ടാണ് നമുക്ക് ഉണ്മയുള്ളത്, ഞാനുള്ളത്, നിങ്ങളുള്ളത്, ഈ ലോകമുള്ളത്. ഈ ലോകത്തെ ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നത്, ഞാനുണ്ട് എന്നറിയണത്. ഞാനുണ്ട് അല്ലേ?
ഞാനുണ്ട്, നമ്മളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആരാലാണ് നമ്മളൊക്കെ ഉള്ളതായിരിക്കുന്നത്? കൃഷ്ണനാല, ഭഗവാൻ കൃഷ്ണനാല. ഇനി നമ്മളുണ്ട്, എങ്ങനെയാ നമ്മളുണ്ട് എന്ന് പറയണേ? ഹൗ ഡു യു നോ? ഇവിടെ ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, നോക്കട്ടെ, പറയാട്ടോ. ഉണ്ട്. ഇന്നാൾ വന്നിട്ടുണ്ടോ? ഒന്ന് ഗോപാലകൃഷ്ണൻ ഉണ്ടോ? ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. അങ്ങനെ തോന്നുന്നു. ഞാൻ അവരുണ്ടോ, അവരുടെ സാന്നിധ്യത്തെ അറിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യത്തെ അറിഞ്ഞു. ശരിയല്ലേ? അറിഞ്ഞാലേ ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം ഞാനുണ്ട്, നമ്മളുണ്ട്. ഉണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയാം? എനിക്കറിയില്ലേ ഞാനുണ്ടെന്ന്. ഞാനുണ്ടെന്ന് അറിയാൻ മറ്റാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. വേറെ മറ്റു ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ അതിന് ഞാനതിനെ ബോധിക്കണം, അറിയണം. ഞാനുണ്ട് എന്ന് ഞാൻ അറിയുന്നുവെങ്കിൽ ആ അറിവെന്നില്ലേ? ആ അറിവിനാലല്ലേ, ആ ബോധത്താലല്ലേ ഞാൻ അറിഞ്ഞത്, ബോധിച്ചത്? ആ അറിവാരാ? ആ ബോധമാരാ? അത് ഭഗവാനാ. ആ ഭഗവാനാണ് നമ്മൾ ഓരോരുത്തരും ചിൽസ്വരൂപനായി, ബോധസ്വരൂപനായി, ജ്ഞാനസ്വരൂപനായി, ചൈതന്യസ്വരൂപനായി. ഇതൊക്കെ പല വാക്കാണേ. ഒന്നാണ് ആത്മസ്വരൂപനായി, ക്ഷേത്രജ്ഞസ്വരൂപനായി, ദൃക്സ്വരൂപനായി, സർവരിലും വസിക്കുന്നു സത്യചിത്ത്. ഇനി അവിടുത്തെ സ്വരൂപം എന്താ? ആനന്ദം. അവധിയില്ലാത്ത ഉണ്മയും അറിവും ആനന്ദവുമാണ് ഭഗവാന്റെ സ്വരൂപം. സത്യവും ജ്ഞാനവും ആനന്ദവുമാണ് ഭഗവാൻ. ആനന്ദമാണ്, നിത്യാനന്ദമാണ്, ശാശ്വത വസ്തുവാണ് ഭഗവാൻ. ശാശ്വതമായ ജ്ഞാനമാണ്, ശാശ്വതമായ ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. എന്തിനാ അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും എല്ലാവരും അറിഞ്ഞും അറിയാണ്ടും അന്വേഷിക്കുന്നതും തിരയണതും ശാശ്വതമായ സുഖമാണെന്ന് നാം കണ്ടു. അത് നമ്മുടെ അനുഭവമാണ്, അല്ലേ? അതെ. അപ്പം ശാശ്വതമായ വസ്തുവിൽ നിന്ന് ശാശ്വതമായ സുഖം കിട്ടുള്ളൂ. ശാശ്വത വസ്തു, ശാശ്വത ആനന്ദ സ്വരൂപൻ ഭഗവാൻ. പിന്നെ ഭഗവാന്റെ മഹത്വം, കൃഷ്ണന്റെ മഹത്വം എന്താ? വിശ്വ ഉൽപ്പത്യാദി ഹേതവേ. നല്ലൊരു പെയിന്റിങ് കണ്ടാൽ, ഓ ഈ കൃഷ്ണനെ ആരാ വരച്ചത്? ഓ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല കൃഷ്ണൻ. അപ്പൊ ആ ചിത്രത്തിന്റെ മനോഹാരിത, സൗന്ദര്യം ആ ചിത്രം വരച്ച ആൾക്ക് ആരാധനയും പ്രശസ്തിയും ബഹുമാനം നേടിക്കൊടുക്കും, ഇല്ലേ? നമ്മൾക്ക് ആരാത് വരച്ചത് ആളെന്ന് കാണല്ലോ, അസലായിട്ടുണ്ട് കേട്ടോ, നമ്മളതിനെ അനുമോദിക്കും. ശരിയോ? ആ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലേക്കൊന്ന് നോക്കൂ, ഈ സൃഷ്ടിയിലേക്ക് നോക്കൂ. ഈ സൃഷ്ടിയുടെ സൗന്ദര്യം, വൈവിധ്യം, അല്ലേ? കുയിലിൻ്റെ ആ മനോഹരമായ ഗാനം, മയിലിൻ്റെ ആ പീലിയുടെ ആ മനോഹരമായ നിറം, പകിട്ട്, ഇങ്ങനെ സൃഷ്ടിയിലെ സൂര്യോദയം, സൂര്യാസ്തമനം, അല്ലേ? ഈ പ്രപഞ്ചത്തിൽ ഒരു പൂവ് മൊട്ടായി പതുക്കാനത് പൂവായി വികസിക്കുന്നത് എത്ര സുന്ദരമാണത്! ഈ ലോകത്തിലെ എല്ലാ പ്രപഞ്ച വസ്തുക്കളെയും നോക്കൂ. ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ രചയിതാവിന്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റർക്ക്, ഇതിൻ്റെ സൃഷ്ടാവിന് ഒരു അനുമോദനം കൊടുക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പാട്ട് പാടിയൊരു കുട്ടി, നന്നായി കുട്ടി, വെൽ ഡൺ എന്ന് പറയും, അല്ലേ? ആ കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കും. പക്ഷേ ഈ ലോകം കണ്ടിട്ട്, ഈ മനോഹരമായ സൃഷ്ടി കണ്ടിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഇതുണ്ടാക്കിയ ആളെ, ചമച്ച ആളെ നമ്മൾ ആലോചിക്കണോ, അല്ലെങ്കിൽ ചിന്തിക്കണോ, ആരാധിക്കണോ, ബഹുമാനിക്കണോ ഉണ്ടോ? വിശ്വോൽപത്യാദിഹേതവേ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആ രചയിതാവാണ്, സൂത്രധാരനാണ്, പരമകാരണമാണ്, സൃഷ്ടാവാണ്. അതിനെ സംരക്ഷിക്കുന്നവനും അതിനെ തന്നിലേക്ക് തിരിച്ച് ലയിപ്പിക്കുന്നവനുമാണ്. അപ്പം ഭഗവാനെ നമസ്കരിക്കാം, അല്ലേ? താപത്രയ വിനാശായ. ഏറ്റവും പ്രധാനം എന്താണ്? ശാശ്വത സുഖം വേണം, പിന്നെ ദുഃഖം ഇല്ലാത്ത സുഖം വേണം. അന്ന് നമ്മൾ അറിയുന്ന സുഖം ഏതാ? ഇതെപ്പോൾ സുഖമാണ്, പേടിയാ, ഇതെപ്പോഴാണ് തീരാന്ന്. സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തീർന്നു പോകണം. കുട്ടി ഐസ്ക്രീം കഴിക്കണ മാതിരിയാ. കുട്ടികൾക്ക് മിഠായിയോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഐസ്ക്രീമോ കൊടുത്തു നോക്കൂ, അത് പതുക്കെ 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 കഴിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അത് നോക്കും, ഇങ്ങനെ വായിന്നെടുത്ത് നോക്കും, തീരുണ്ടോ എന്ന്. തീർന്ന ദുഃഖ. ശരിയല്ലേ? ഐസ്ക്രീം കപ്പ് കാലിയാവുമ്പോൾ ദുഃഖമായി. അതിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും കൊച്ചുകുട്ടികൾ. ഇതുമാതിരിയാ. നമുക്കറിയാം എല്ലാ സുഖവും തീരുന്നതാണ്. ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധ എന്നാണ് ഗീതയിൽ ഭഗവാൻ പറയാ, കൃഷ്ണ ഭഗവാൻ പറയാ, അല്ലേ? ഏഹി സംസ്പർശജാ ഭോഗാഹ ദുഃഖയോനയ ഏവതേ. ഈ ലോകത്തുനിന്ന് ഇന്ദ്രിയ വിഷയങ്ങളുമായുള്ള സംസർഗത്തിൽ നിന്ന്, കോണ്ടാക്റ്റിൽ നിന്ന്, സംബന്ധത്തിൽ നിന്നാണ് നമുക്ക് സുഖം കിട്ടണത്. ആ സുഖങ്ങളെല്ലാം തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. മുമ്പില്ലായിരുന്നു, ഇതപ്പോൾ വന്നു, അടുത്ത നിമിഷം ഇല്ലാണ്ടാവും. അപ്പോൾ വാസ്തവത്തിൽ സുഖമാണോ?
ദുഃഖയോനി എന്നാ ഭഗവാൻ പറഞ്ഞേ. കാരണം മുമ്പും ദുഃഖം പിമ്പും ദുഃഖം. അപ്പം ദുഃഖമില്ലാത്ത സുഖം നമുക്കറിയില്ല. ദുഃഖമില്ലാത്ത സുഖമാണ് നമ്മൾ ഓരോരുത്തരും ഉറക്കത്തിൽ അനുഭവിക്കുന്നത്. ശരിയല്ലേ? ആ ഉറക്കത്തിൽ എവിടെ നിന്ന് സുഖം കിട്ടി? നമ്മിൽ ഓരോരുത്തരിലും ചിത്സ്വരൂപനായി, പരസ്വരൂപനായി, ആത്മസ്വരൂപനായി, അനന്തസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആ അന്ധക്കരണം മനസ്സ് പൂർണ്ണമായും വിശ്രമിക്കുക, വിലയിക്കുക. നാം ഭഗവാനിലിരിക്കുക. അപ്പോഴാണ് സുഖം. എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും വിട്ടു, സമസ്ത ചിന്തകളും പോയി, അതിനൊക്കെ പിൻവാങ്ങി. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ നെറ്റ്വർക്കുകളും ഡിസ്കണക്ട് ചെയ്തു. ഇപ്പം നെറ്റ്വർക്കുകളുടെ കളിയല്ലേ? മനസ്സ് എത്രയിലാകാം, എന്തിനൊക്കെയാണ് അതൊക്കെ കണക്ഷൻ വിച്ഛേദിച്ചു അല്ലേ? ബാഹ്യലോകം. എന്നിട്ടോ ഗെറ്റ് കണക്റ്റഡ്, ഭഗവാനോട് കണക്റ്റഡായി. അറിയണില്ല നമ്മൾ. അറിയാണ്ടാണെങ്കിൽ ഇത്ര സുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അറിഞ്ഞുകൊണ്ട് ആ മനസ്സാ ഭഗവത് സ്വരൂപത്തിൽ ഏകാഗ്രപ്പെട്ടാൽ, ലയിച്ചാൽ എന്തായിരിക്കും? അപ്പോൾ ഭഗവാൻ ദുഃഖരഹിതനാണ്, ശാശ്വത സുഖസ്വരൂപനാണ്. ദുഃഖമില്ലാത്ത സുഖം ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. താപത്രയ വിനാശായ. ഈ ലോകത്തിൽ നമ്മുടെ ദുഃഖങ്ങൾ എത്ര ഉണ്ടാവാം, എത്രയോ എന്നെ കണക്കാക്കാത്ത ദുഃഖങ്ങളുണ്ട്. പക്ഷേ ഈ ദുഃഖങ്ങളെ മുഴുവനും മഹർഷിമാർ 3 ഹെഡിലൊതുക്കി, 3 ചെപ്പിലൊതുക്കി. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നാണ്. അവനവൻ്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത്, ശരീരമനോബുദ്ധികളെ നിന്നുണ്ടാവുന്നതാണ് ആധ്യാത്മികം. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാവുന്നതാണ് ആദിഭൗതികം. അറിയപ്പെടാത്ത മേഖലകളിൽ നിന്ന്, അദൃശ്യമായ മേഖലകളിൽ നിന്ന് വരുന്നതാണ് ആദിദൈവികം. ഇതിലൊന്നിലും നമുക്ക് നിയന്ത്രണം ഇല്ലേനും. ഇതിനൊക്കെ ഇല്ലാണ്ടാക്കി തീർക്കുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണനാണ്, അച്യുതാനന്ദ സ്വരൂപനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നു. നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം മാഹാത്മ്യം ആരംഭിക്കുന്നത്. അടുത്തത് ആചാര്യവന്ദനമാണ്, ഗുരുവന്ദനം. ഗുരുനാഥൻ്റെ കൃപയുണ്ടെങ്കിലേ എന്ത് പഠിച്ചിട്ടും കാര്യമുള്ളൂ. പഠിച്ചിട്ടല്ല കാര്യം, ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് കാര്യം എന്നർത്ഥം. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെന്ന് ഈ കൃഷ്ണ ഭഗവാൻ തന്നെ പറയണം നമ്മളോട്. ഗുരുകാരുണ്യം സമ്പൂർണ്ണം ഉണ്ടായാൽ അവന് വിദ്യകൾ ഓരോന്നായി ഓതി പഠിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അവന് ആ പരിപൂർണമായ ശാന്തി, ആ ആത്മശാന്തി അല്ലെങ്കിൽ പരമാനന്ദം, പരമശാന്തി ആകുന്ന മോക്ഷം ആ ഗുരുകൃപ കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരാണ് ഈ ഭാഗവതത്തിൻ്റെ ഗുരുനാഥൻ? ഭാഗവതത്തിൻ്റെ പരമഗുരുനാഥൻ സാക്ഷാൽ നാരായണ ഭഗവാൻ. നാരായണ ഭഗവാൻ ബ്രഹ്മാവിന് കിട്ടി. ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു, നാരദൻ വേദവ്യാസന് ഉപദേശിച്ചു, വേദവ്യാസൻ ശുഗബ്രഹ്മർഷിക്ക്, ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചപ്പോൾ അവിടെ നിന്ന് കേട്ട സൂതനാണ് നൈമിഷാരണ്യത്തിൽ നിന്ന് ഭാഗവതം പറയണതായിട്ട് നമ്മളറിയുന്നത്. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ഗുരുനാഥനായിട്ട് ശ്രീശുഗബ്രഹ്മർഷിയാണ് നമസ്കരിക്കുന്നത്. യം പ്രൗരജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവാം പുത്രേരി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. മുനിം ആനതോസ്മി. ആ മുനിയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു. ആരാണ് ഈ മുനി? സർവഭൂതഹൃദയം, സർവഭൂത ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവൻ, അല്ലെങ്കിൽ ഹൃദയമായവൻ. സർവരുടെയും ഹൃദയത്തിൽ ആരാ വസിക്കുന്നത്? ഭഗവാനാണ്. ആ ഭഗവാനെ തൻ്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചവനാണ് ശുഗബ്രഹ്മർഷി എന്നർത്ഥം. എങ്ങനെ അറിയാം? അതിനെന്താ തെളിവ്? പുത്രേരി തന്മയതയാ തരവഹ അഭിനേതു. വേദവ്യാസ മഹർഷി പുത്രനെ വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിയെന്നാണ്. ജനിച്ച ഉടനെ ശുകാചാര്യൻ കാട്ടിലേക്ക് ഓടിപ്പോയി എന്നാണ്. അനുപേതകൃത്യം, ഉപനയനം ചെയ്യാനോ അല്ലെങ്കിൽ ആ അതനുസരിച്ചുള്ള കർമ്മങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ട വിധികളൊക്കെ, ആ അനുഷ്ഠാനങ്ങൾ, അതിനൊന്നും കാത്തു നിൽക്കാതെ ജനിച്ച ഉടനെ കാട്ടിലേക്ക് ഓടിപ്പോയി. അപ്പം മകൻ്റെ വിരഹം സഹിക്കവയ്യാതെ അച്ഛൻ പിന്നാലെ ഉണ്ണീന്ന് വിളിച്ചു പോയി നാം. അപ്പോഴോ ആ ശബ്ദം ഈ വൃക്ഷങ്ങളിലൂടെ പ്രതിധ്വനിച്ചു എന്നാണ്. സർവചരാചരങ്ങളുടെ ഹൃദയത്തിലും വാഴുന്ന ആ ആത്മസ്വരൂപനെ തൻ്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ച് സർവാത്മഭാവം കൈവന്നു ശുഗബ്രഹ്മർഷി എന്ന് ആ വൃക്ഷങ്ങളുടെ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ വിളികളിലൂടെ വ്യാസാചാര്യനെ പഠിപ്പിച്ചു എന്നർത്ഥം.
സ്കന്ദപുരാണത്തിൽ പറയും 12 വയസ്സ് വരെ ശുഗബ്രഹ്മർഷി വെളിയിൽ വന്നില്ല, നമ്മുടെ ഗർഭത്തിലിരുന്നു എന്നാ. സാധാരണ 9 മാസം 9 ദിവസമൊക്കെ ഒരു 10 മാസം എന്ന് കൂട്ടാം. 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പുറത്തു വരുന്നില്ല. അപ്പോൾ വ്യാസമഹർഷിയോട് പറഞ്ഞു, അമ്മ പത്നി പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാവണവനെ ഉള്ളിൽ നിന്നിട്ട്. അപ്പോൾ പറഞ്ഞു, എന്താ നീ പുറത്തേക്ക് വരാത്തത്? പുറത്തേക്ക് വരാൻ പറഞ്ഞാൽ പുറത്തേക്ക് വന്നാൽ ഭഗവാന്റെ മായ എന്നെ പിടിക്കും, അതുകൊണ്ട് ഞാൻ പുറത്തു വരുന്നില്ല. ഉള്ളിൽ വെച്ച് നമുക്കൊക്കെ ജ്ഞാനുണ്ടെന്ന് നമുക്ക് രാമായണത്തിൽ പറയുന്നുണ്ട്. നിശാചര താപസിൻ്റെ ഉപദേശത്തിൽ, കപിലോപദേശത്തിലും കപില ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അവിടെ പരിപൂർണമായ ജ്ഞാനുണ്ട്. അവിടെ ഋഷി എന്നൊക്കെ വിളിക്കണേ ആ ജീവനെ, ആ ജീവനെ. അവിടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കണു. ഭഗവാൻ എനിക്ക് പുറത്തേക്ക് വരണ്ട, ഇവിടെ നിന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇവിടുന്ന് പുറത്തു വന്നാൽ മായ പിടിക്കും. അപ്പോൾ അച്ഛൻ അനുഗ്രഹിച്ചു, ഇല്ല നീ വന്നോ ധൈര്യമായിട്ട്, നിന്നെ മായ പിടിക്കില്ല എന്ന്. പുറത്തേക്ക് വന്നു. 12ാം വയസ്സിൽ പുറത്തു വന്നു, ഒരൊറ്റ പോട്ടം കാട്ടിലേക്ക്. എന്താ അമ്മയെന്നോ അച്ഛനെന്നോ ഈ ലോകത്തിൽ ബന്ധുക്കളെന്നുള്ള വിചാരം മായ കൊണ്ടാവുന്നേ. മായെന്ന് ചോദിച്ചില്ലേ, മായ പിടിക്കില്ല അതിൽ അച്ഛൻ പറഞ്ഞ് അനുഗ്രഹിച്ചത്. അപ്പോഴാണ് ഓടണത്. എന്ത് അവേദകൃത്യം, ഒന്നിനും കാത്തിരിക്കാതെ നേരെ പ്രവ്രജന്തം, എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോകുന്ന മകനെ വേർപിരിയേണ്ടി വന്ന അസഹ്യവേദന അല്ലേ. അച്ഛനൊരു ഉണ്ണി ഉണ്ടായിട്ട് ആ ഉണ്ണി നേരെ ഒരക്ഷരം മിണ്ടാണ്ട് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാലോ. അപ്പോഴാണ് പുത്ര, ദീനതയിൽ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു എന്നാണ്. പുത്ര 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 എന്ന് ആ വാക്ക് അങ്ങനെ എക്കോ ആയിട്ട് പ്രതിധ്വനിച്ചു എന്നാണ്. അപ്പോൾ കാണുന്ന ഈ ലോകത്തിൻ്റെ സ്വഭാവത്തെ കാണിച്ചു കൊടുത്തു. ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ നശിക്കുന്നതാണ്, നശിക്കാൻ കഴിയാത്ത വസ്തു പരമാത്മ ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാൻ എല്ലാവരെയും ഹൃദയത്തിലിരിക്കണു. ആ ഭഗവാനെ സാക്ഷാത്കരിച്ച ആൾക്ക് ഈ ലോകം മുഴുവൻ ഭഗവന്മയം. ആ നിലയിൽ എത്തിയ ഒരു ഗുരുനാഥനാണ് ഭാഗവതത്തിൻ്റെ ആചാര്യൻ എന്നർത്ഥം. ഇങ്ങനെയുള്ള ഗുരുനാഥനാണ് ശുകാചാര്യൻ. അദ്ദേഹമാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവത ഉപദേശിച്ചത്, ബ്രഹ്മോപദേശം ചെയ്തത്. അങ്ങനെയുള്ള ഗുരുനാഥന്മാർ ഉപദേശിച്ചാൽ അവർ ബ്രഹ്മജ്ഞാനികളാവും. ശ്രീ പരീക്ഷിത്ത് 7ാം ദിവസം മുക്തനായി തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള ശുഗബ്രഹ്മർഷിയെ, സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിച്ചിട്ടാണ് ജനിച്ചത് തന്നെ. ജന്മനാജ്ഞാനി, ജന്മനാമുക്തൻ എന്ന് വേണം ശുഗബ്രഹ്മർഷിയെ പറയാൻ. അങ്ങനെയുള്ള ആ ഗുരുനാഥനെ നമസ്കരിക്കുന്നു. ഇനി എവിടെയാണ് ഈ കഥ നടക്കുന്നത്? നൈമിഷാരണ്യത്തിലാണ്. അനേകായിരം മഹർഷിമാർ അവിടെ സത്രം നടത്തിക്കൊണ്ടിരിക്കണം. ആ സത്രത്തിൻ്റെ ഇടവേളയിൽ ഒരു നിമിഷം അവർ വെറുതെ കളയില്ല. നാമസങ്കീർത്തനം ചെയ്യും, അല്ലെങ്കിൽ ഭഗവത് കഥകൾ പറയും. മഹാത്മാക്കൾ അത് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആ സദസ്സിലേക്ക് വരികയാണ് ഒരു മഹാത്മാവ്. നമുക്ക് പറയാം ഒരു അവധൂതൻ എന്ന് വേണമെങ്കിൽ പറയാം, വണ്ടറിങ് മെൻഡിക്കേറ്റ് എന്നൊക്കെ പറയാം. സൂതൻ അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലല്ലോ, ഈശ്വര സാക്ഷാത്കാരം നേടിയ ആ മഹാത്മാവ് ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പോഴാണ് ഈ മഹർഷിമാരുടെ യാഗശാലയിൽ കടന്നു വന്നു. അവരുടനെ ഈ ഗുരുനാഥനെ ഭക്തി ആദരവോടുകൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ആസനത്തിലിരുത്തി പാദപൂജയൊക്കെ ചെയ്ത് നമസ്കാരം ചെയ്ത് അദ്ദേഹത്തിനോട് പല ചോദ്യങ്ങളും ചോദിച്ചു നടത്താം. എവിടെയാണ് ഈ നൈമിഷാരണ്യം? നൈമിഷാരണ്യം എന്ന് പറഞ്ഞ പ്രദേശം, ഭൂപ്രദേശം യുപിയിലാണ്, ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്ത്. പറയണു നിമിഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ കണ്ണടച്ച് തുറക്കണം നിമിഷം നേരമുള്ളൂ, അല്ലെങ്കിൽ ഒരു നിമിഷം. നിമിഷ നേരം കൊണ്ട് അനേകായിരം അസുരന്മാരെ ഭഗവാൻ വധിച്ചു അത്ര അവിടെ വച്ചിട്ട്. അതൊരു അരണ്യമാണ് ഇന്നും. പണ്ട് അതിനേക്കാൾ വലിയ കാടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലമായിരുന്നു നൈമിഷാരണ്യം എന്ന് പറഞ്ഞു. വേറൊരു കേൾവി നൈമിഷാരണ്യത്തിന് അങ്ങ് പേര് വരാൻ കാരണം നേമി ശീർണമായ സ്ഥലം എന്നാണ്. നേമി എന്ന് പറഞ്ഞാൽ എന്താ? ചക്രം. കലികാലം ആരംഭിച്ചപ്പോൾ ഈ ഋഷിമുനികളൊക്കെ ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്നു. ഈ കലിദോഷങ്ങളൊന്നും ബാധിക്കാതെ ഭഗവാനെ സമാധാനമായി ഭരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നിർദ്ദേശിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. ആ ബ്രഹ്മദേവൻ ഒരു ചക്രം ഇട്ടുകൊടുത്തു. ഈ ചക്രം എവിടെയാണ് പോയി നിൽക്കുന്നത്? അവിടെ പോയി നിങ്ങൾ ഭരിച്ചോളൂ എന്ന് തോന്നുന്നു. ആ ചക്രത്തിനെ പിന്തുടർന്നുകൊണ്ട് മഹർഷിമാർ വന്നു. ആ ചക്രം ഉരുണ്ട് വന്ന് വീണ് ഉടഞ്ഞ സ്ഥലമാണ് നൈമിഷാരണ്യം. നേമി ചക്രം ശീർണമയച്ചാൽ അത് ഉടഞ്ഞു പോയി, പൊട്ടി തകർന്ന് പോയി. അത് വീണ സ്ഥലം ഒരു വലിയ ഒരു കുളമായി മാറി. ഒരു ചക്രതീർത്ഥമുണ്ട് അവിടെ നൈമിഷാരണ്യത്തിൽ. അവിടെയാണ് ഈ മഹർഷിമാർ സത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സത്രത്തിലേക്കാണ് ഈ
സൂതൻ വരുന്നത്. സൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സൂതൻ എന്ന് പറഞ്ഞാൽ ഈ തേര് തെളിക്കുന്ന ആള്, കുതിരകളെയൊക്കെ പരിപാലിക്കുന്ന ആള്. സൂതപുത്രനാണ് കർണൻ എന്ന് കേട്ടല്ലേ? സൂതൻ ശരിക്കും ബ്രാഹ്മണ കന്യകയിൽ ക്ഷത്രിയന് ജനിച്ച പുത്രനാ. പ്രതിലോമ വിവാഹം അങ്ങനെ ഉണ്ടായ പുത്രന, അങ്ങനെ ഒരു ഇത് പറയും. ഇദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം വേദവ്യാസ മഹർഷിയുടെ പ്രിയ ശിഷ്യനാണ്. ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് ശരീരത്തിലൊക്കെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അത്രേ. സന്തോഷം കൊണ്ട്, ആഹ്ലാദം കൊണ്ട്, ഹർഷം കൊണ്ട് പുളകിത ഗാത്രനായിത്തീരും. അതുകൊണ്ട് ഗുരുനാഥൻ അദ്ദേഹത്തിന് പേരിട്ടു രോമഹർഷണൻ. ആ രോമഹർഷണൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ കാണാം നമുക്ക്. മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു എന്ന് കേട്ട സമയത്ത് ബലരാമസ്വാമി അതിൽ പങ്കെടുക്കാതെ തീർത്ഥാടനം പുറപ്പെട്ടു. അവിടെ വന്ന് എല്ലാവരും ബലരാമസ്വാമിയെ നമസ്കരിച്ചപ്പോൾ സൂതൻ മാത്രം എഴുന്നേറ്റില്ല. ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ആ ദർഭയുടെ കൊണ്ട് അദ്ദേഹനെ വധിച്ചു എന്നാണ്. അപ്പോൾ മഹർഷിമാർക്കൊക്കെ വളരെ സങ്കടമായി. അദ്ദേഹം ഞങ്ങൾ ബ്രഹ്മാസനം കൊടുത്തിരുന്നു, അദ്ദേഹനെ കൊന്നതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുവേണ്ടി പിന്നെ തീർത്ഥാടനമൊക്കെ നടത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രനെ, ഉഗ്രശ്രവസ് എന്ന പേര്, രാമകൃഷ്ണൻ്റെ പുത്രനെ അച്ഛൻ്റെ എല്ലാ ഗുണങ്ങളും അറിവും എല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിച്ച് അവിടെ കഥ പറയാൻ വഴിച്ചു എന്നാണ് കഥ. അദ്ദേഹമാണ് ഇപ്പോൾ നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ സവിശേഷം എന്താ? അദ്ദേഹവും വ്യാസൻ്റെ ശിഷ്യനാണ്. പോരാ, ശുഗബ്രഹ്മർഷിയുടെയും ശിഷ്യനാണ്. ശിശുക മഹർഷിയുടെ അടുത്തുനിന്ന് പരീക്ഷത്തിൻ്റെ ഒപ്പം ഗംഗാതീരത്തിരുന്ന് ഭാഗവതം മുഴുവൻ കേട്ട ആളാണ് 7 ദിവസം കൊണ്ട്. അങ്ങനെയുള്ള മഹാത്മാവാണ് ഈ സൂതൻ. മാത്രമല്ല, വേദശാസ്ത്രങ്ങൾ, കർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വ്യാസൻ എന്തൊക്കെ അറിയോ അതൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള മഹാത്മാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹമാണ് ഈ നൈമിഷാരണത്തിലെ മഹർഷിമാരുടെ അടുത്തേക്ക് വരുന്നത്. അവിടെ ഇരിക്കുന്ന ആൾക്കാരാരാ? കഥാമൃത രസാസ്വാദ കുശലഹ. ഭഗവാന്റെ കഥാരസം അനുഭവിക്കുന്നതിൽ നല്ല സാമർഥ്യമുള്ള ആൾ. ആ ഒരുപാട് മഹർഷിമാരുള്ളപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ കലബലാന്നാവില്ലേ? അപ്പോൾ അവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഏറ്റവും ശ്രേഷ്ഠനായവരുടെ കുലഗുരുവായിട്ടുള്ള, അല്ലെങ്കിൽ അവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ശൗനക മഹർഷിയാണ് സംശയങ്ങൾ ചോദിച്ചത്. ആരാണ്? ഗുരുനാഥൻ പറയണു, സൂതം മഹാമതിം അഭിവാദ്യ അബ്രവീത്. മഹാമതിയാണ്. മഹാമതി എന്നുകൊണ്ട് മഹാബുദ്ധിമാൻ, ഇത്രയൊക്കെ അറിവുള്ള ആൾ. അതുകൊണ്ട് ഇവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ കഴിവുള്ള ആളാണ് ഗുരുനാഥൻ. സൂതൻ എന്ന് മഹാമതി എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണം. കഥാമൃത രസ ആസ്വാദ കുശല എന്ന് പറഞ്ഞുകൊണ്ടോ, കഥാമൃതം ആസ്വദിക്കാൻ നല്ല സാമർഥ്യമുള്ള ആളെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ശ്രോതാക്കൾക്ക് അതിലുള്ള ശ്രദ്ധയും കാണിക്കുന്നത്. വക്താവ് സാമർഥ്യമുള്ള ആളാവണം, കഴിവുള്ള ആളാവണം. ശ്രോതാവ് അത് ആസ്വദിക്കാൻ, ഭർത്താവ് പറയണതിനെ ആസ്വദിക്കാനുള്ള സഹൃദയമുള്ള ആളാവണം, സഹൃദയനാവണം. അത് രണ്ടും ഉണ്ട് ഇവിടെ. എന്താ ചോദിച്ചത്? ചോദിക്കുകയാണ്, അജ്ഞാനധ്വന്ത വിധ്വംസ കോടിസൂര്യ സമപ്രഭ സൂത ആഖ്യാഹി കഥാസാരം മമ കർണരസായനം. അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കാൻ ഒരു കോടി സൂര്യൻ ഉദിച്ച പോലെ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയ അലയോ സൂതാം, ഞങ്ങളുടെ കർണങ്ങളെ ആനന്ദിപ്പിക്കുന്ന ഭഗവത് കഥാസാരത്തെ പറഞ്ഞു തന്നാലും. അജ്ഞാനത്തെ ഇരുട്ടിനോടെ ഉപമിച്ചിരിക്കുന്നത് എന്താ കാരണം? പുറത്ത് ഇരുട്ടുണ്ടെങ്കിൽ വസ്തുക്കൾ മുമ്പിലുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഇതുമാതിരി അകത്തെ ഇരുട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ അന്തരാത്മാവായി ഇരുന്നിട്ടും നമുക്ക് അതറിയാൻ കഴിയുന്നില്ല, അനുഭവപ്പെടുന്നില്ല. അതാ അജ്ഞാനത്താൽ മറയപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ പുറത്ത് വസ്തുവിനെ കാണണമെങ്കിലോ ഇരുട്ട് നീങ്ങാൻ സൂര്യൻ ഉദിച്ചാൽ മതി. ഒരു സൂര്യൻ ഉദിച്ചാൽ മതി. ഇവിടെയോ ഒരു കോടി സൂര്യൻ ഒന്നിച്ചുയർന്നാലെന്ന പോലെയുള്ള ഒരനുഭവമാണ് ഈ ഗുരുനാഥനെ ലഭിച്ചപ്പോൾ ഈ ശിഷ്യന്മാർക്ക് തോന്നിയത്. അപ്പോൾ ഗുരുനാഥനാണ് അകത്തെ ഇരുട്ട് നിൽക്കുന്ന ആൾ. അജ്ഞാനാന്ധകാരത്തെ നിൽക്കാൻ ബാഹ്യസൂര്യനാവില്ല. പിന്നെയോ സജ്ജനങ്ങളൊക്കെ ആവുള്ളൂ, മഹാത്മാക്കൾക്കേ ആവുള്ളൂ, ഗുരുനാഥനെ ആവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലെ അജ്ഞാനാന്ധകാരത്തെ തീർക്കാൻ പാകത്തിന് കഴിവുള്ള
കോടി സൂര്യ തുല്യം തേജസ്സുള്ള സൂര്യദേവനെ പോലെ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയ അല്ലയോ ഗുരുനാഥ, അല്ലയോ മഹാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ അജ്ഞാനത്തെ തീർത്തു തന്നാലും അതിനുപകരിക്കുന്ന കഥകളുടെ രസത്തെ പറഞ്ഞു തന്നാലും കഥാസാരത്തെ പറഞ്ഞു തന്നാലും. അപ്പോൾ ഭഗവാന്റെ കഥാരസം കേട്ട് കഥാസാരത്തെ കേട്ട് കേട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ അജ്ഞാനം നീങ്ങണം. അതാണ് ഈ ചോദ്യത്തിൻ്റെ താല്പര്യം. കഥ എന്ന് പറഞ്ഞാൽ എന്താ? കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥ കേട്ടല്ലേ നമ്മൾ. കഥ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കഥ്യതേ ഇത് കഥ എന്നാണ്. കഥ്യതേ പ്രകാശ്യതേ, പ്രകാശിപ്പിക്കുന്നു. എന്തോ ഒന്നിനെ വെളിപ്പെടുത്താൻ വേണ്ടി, പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഥ പറയണത്. അല്ലേ? രാമകഥ എന്ന് വെച്ചാൽ വെറും രാമൻ്റെ കഥയല്ല. അതിലൂടെ രാമനാര്, രാമൻ്റെ തത്വം എന്ത്, രാമനിലെത്താനുള്ള വഴി എന്താണ്, അങ്ങനെ രാമഭക്തി ഉണ്ടാവും, അങ്ങനെ രാമൻ. കൃഷ്ണൻ വെച്ചാൽ കൃഷ്ണനെക്കുറിച്ച്. ഇതൊക്കെയാണ് ആ ആശയത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. ഇവിടെ ഭഗവാന്റെ ആ മഹത്വത്തെയും സ്വരൂപത്തെയും ഒക്കെ സാക്ഷാത്കരിക്കാനുള്ള മാർഗത്തെ വെളിപ്പെടുത്തുന്നു, പ്രകാശിപ്പിക്കുന്നു ഈ കഥകൾ. അങ്ങനെയുള്ള ആ കഥാസാരത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ പറയണു, ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഈശ്വരനിൽ പരമപ്രേമം എങ്ങനെ ഉണ്ടാവും? വെറും കഥകളല്ല ചോദിക്കുന്നത്. ഈശ്വരപ്രേമം വളരാൻ പറ്റിയ കഥകൾ പറഞ്ഞു തരും. പോരാ, ഈശ്വരജ്ഞാനമുണ്ടാവാൻ, ആത്മസ്വരൂപ ബോധമുണ്ടാവാൻ പോകുന്ന കഥകൾ പറഞ്ഞു തരണം. വിവേകം വർദ്ധിക്കാൻ പറ്റുന്ന കഥകൾ പറഞ്ഞു തരണം. നിത്യാനിത്യ വിവേകം വളരാൻ. പോരാ, നശ്വരമായ വസ്തുക്കളിൽ ആസക്തി ഇല്ലാണ്ടാകാൻ വൈരാഗ്യജനകമായിട്ടുള്ളതായ കഥയെ പറഞ്ഞു തരണം. അപ്പോൾ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വിവേകവും ഒക്കെ എങ്ങനെ വർദ്ധിക്കും? അതിന് പറ്റിയ കഥകളുടെ സാരത്തെ പറഞ്ഞു തരൂ. അതുമാത്രമല്ല, മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. എങ്ങനെയാണ് ഭക്തന്മാര്, വൈഷ്ണവന്മാര് ഭഗവാന്റെ ആ മായ മോഹത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത്? അതിനുള്ള മാർഗം പറഞ്ഞു തരണം ഞങ്ങൾക്ക്. ഈ കലികാലത്തിലത്തെ ജീവന്മാരുടെ അവസ്ഥ എന്താ പറയുക? എങ്ങനെയാ ഈ കലികാലത്തിൽ? പ്രായേണ ആളുകളൊക്കെ ജീവശ്ച അസുരതാം ഗതാം, അസുരന്മാരെ മാറിയേറ്റ വിഷയാസക്തന്മാരായി. അത് നേടാൻ വേണ്ടിയിട്ട് ആ കാമക്രോധങ്ങളാലും മതമത്സരങ്ങളാലും പലതരത്തിലുള്ള അധർമ്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അസുരന്മാരെ മാറി ജീവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായിട്ടോ എത്രയോ മനക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷൻ, വറി, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലേശ ആക്രാന്തസ്യ, അവരെ ആക്രമിച്ചിരിക്കുക പലതരത്തിലുള്ള ക്ലേശങ്ങൾ. അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ എങ്ങനെ സാധിക്കും? ഇങ്ങനെ ഈ ആസുര ജീവിതം കൊണ്ടും വിഷയാസക്ത ജീവിതം കൊണ്ടും അത്യധികം മാനസിക ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ മനസ്സിനെ ശോധനയ്ക്കും പരായണം ശുദ്ധീകരിക്കാൻ എന്തുപായമാണുള്ളത്? ശ്രേയസാം യത് ഭവേ ശ്രേയഃ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുനാം. എന്താണ് പരമശ്രേയസ്? ആത്യന്തികമായ നന്മ മനുഷ്യന് എന്തുകൊണ്ടാണ് ഉണ്ടാവുക? അതിനുള്ള മാർഗം പറഞ്ഞു തരൂ. അഞ്ചാമത്തെ ചോദ്യം. ശുദ്ധീകരിക്കുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വസ്തു ഏതാ? ശുദ്ധി സാധനം ഏതാ? ലോകത്തിൽ പല വസ്തുക്കളുമുണ്ട് ശുദ്ധീകരിക്കാൻ. മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അല്ലേ? ബാഹ്യമായ വസ്തുക്കളൊക്കെ ശുദ്ധീകരിക്കാനുള്ള വഴികളുണ്ട്. ഇപ്പം ഫ്ലോർ ക്ലീൻ ചെയ്യാം, ഡോർ ക്ലീൻ ചെയ്യാം, പ്ലേറ്റ് ക്ലീൻ ചെയ്യാം, അല്ലേ? ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം, കാർ ക്ലീൻ ചെയ്യാം. ഈ ക്ലീനേഴ്സൊക്കെ നമുക്ക് കിട്ടാനുണ്ട്, പലതരം ഡിറ്റർജൻസുകൾ. പക്ഷേ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്താ? മനുഷ്യൻ്റെ മനസ്സ് ക്ലീനല്ല, ശുദ്ധമല്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ മഹാമാരി തന്നെ എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ മനസ്സ് അത്രയും ദുഷിച്ചതുകൊണ്ട് അത്രയും ദുഷ്പ്രവൃത്തികൾ ഈ ലോകത്തിലുണ്ടായി, അധർമ്മപ്രവൃത്തികൾ, അല്ലേ? അതിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത്. അപ്പം മനുഷ്യ മനസ്സ് നന്നായാൽ ഈ ലോകത്തിൽ നന്മ വരും, മനുഷ്യ മനസ്സ് കെട്ടാൽ ഈ ലോകത്തിൽ തിന്മകൾ ഉണ്ടാവും എന്നർത്ഥം. സ്വാർത്ഥത പെരുക്കും എന്നർത്ഥം. കളവും ചതിയും വഞ്ചനയും വെട്ടും കുത്തും വിപ്ലവങ്ങളും കൊലപാതകങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള എന്തെങ്കിലും വഴി ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനുള്ള ഉപായം എന്താണ്? അതാണ് പാവനാനാം ച പാവനം. ഏറ്റവും വലിയ പ്യൂരിഫയർ, ഏറ്റവും വലിയ പരിശുദ്ധീകരിക്കുന്ന സാധനം ഏതാകുന്നു? അടുത്തത് കൃഷ്ണപ്രാപ്തികരം, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മസ്വരൂപനായിരിക്കുന്ന. ഏഴാമത്തെ ചോദ്യം. ഇതൊക്കെ എന്തിനാ ഈ മഹാത്മാക്കളോട് ചോദിക്കണം, അല്ലെങ്കിൽ ഗുരുനാഥനോട് ചോദിക്കണത്?
എന്തിനാ സൂതനോട് ചോദിക്കണത്? പറയണു, ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരാൻ ഈ ഗുരുനാഥനെ ആവുള്ളൂ. ഈ ലോകത്തിൽ ഭൗതികമായ പല വസ്തുക്കളും തരാൻ പലർക്കും സാധിച്ചു തരും അല്ലേ? സുരദ്രു സ്വർഗസമ്പദം, കൽപ്പവൃക്ഷമുണ്ട്. ആ കൽപ്പവൃക്ഷത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗീയമായ എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടും. പക്ഷേ ആ സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ ശാശ്വതമല്ലല്ലോ. പുണ്യം തീർന്നാൽ അങ്ങോട്ട് പോരണമല്ലോ, ശാശ്വത സുഖം കിട്ടില്ല. ചിന്താമണി ലോകസുഖം. ചിന്താമണി എന്ന് പറയുന്നത് പാരസ്യമണി എന്നൊക്കെ പറയാ. അതിന് ഈ ലോഹങ്ങളെയൊക്കെ തൊട്ടാൽ സ്വർണ്ണാക്കാനുള്ള കഴിവുണ്ടേ. ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി തരാൻ പറ്റും. അതുകൊണ്ട് പണം ഉണ്ടാവും, ധാരാളം പണം ഉണ്ടാവും. ചിന്താമണി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടില്ല, ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടാവും. പക്ഷേ അവർക്ക് സമാധാനം കിട്ടുമോ? ലോകത്തിൽ കോടീശ്വരന്മാർ എത്രയെങ്കിലും ഉണ്ട്. അവർ സന്തോഷമായിട്ടിരിക്കണ്ടോ, സമാധാനമായിട്ടിരിക്കണ്ടോ? ഇല്ല. കാരണം ബാഹ്യവസ്തുക്കളിലൊന്നും ശാശ്വതമായിട്ടുള്ളതായ സമാധാനം കുടിയിരിപ്പില്ല എന്നർത്ഥം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നുമല്ല വേണ്ടത്. ചിന്താമണിയെ കൊണ്ട് ലൗകിക ലോകസുഖങ്ങൾ കിട്ടും, അല്ലെങ്കിൽ സ്വർഗാദി പ്രാപ്തി, കാമധേനു, ആ കൽപ്പവൃക്ഷം, ഇതുകൊണ്ട് സ്വർഗീയമായ സുഖസൗകര്യങ്ങളുണ്ടാവും. ഇതൊന്നും ശാശ്വതമായ സമാധാനവും സുഖവും ശാന്തിയും തരില്ല. നേരെ മറിച്ച് ഗുരുപ്രീത, ഗുരുവിനെ സന്തോഷിപ്പിച്ചാലോ, ഗുരു നമ്മളിൽ സന്തുഷ്ടനായാലോ, പ്രീതനായാലോ, സംപ്രീതനായാലോ, ഗുരു എന്താ തരിക? യോഗികൾക്ക് പോലും കിട്ടാൻ പ്രയാസമുള്ള വൈകുണ്ഠം തരും. ശാശ്വതമായിട്ടുള്ളതായ ആ ഭഗവാനെയാണ് നമുക്ക് ഉണ്ടാക്കി തരിക. ആ പരമാത്മപ്രാപ്തിയാണ്, ആ പരമാനന്ദ സ്വരൂപനായ ഈശ്വരൻ്റെ അനുഭവം. ആ വൈകുണ്ഠപ്രാപ്തി ആ ഗുരുനാഥനാണ് തരിക, വേറൊരാൾക്കും തരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ആ മഹർഷിമാരുടെ ചോദ്യം, അതിനുത്തരമാണ് ഭാഗവതം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം രൂപത്തിൽ അത് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യമല്ലേ, നമ്മുടെ ചോദ്യമല്ലേ. അങ്ങനെ അറിയുമ്പോഴേ ഈ ഭാഗവതം പണ്ടാരോടോ പറഞ്ഞതല്ല, നമ്മളോട് ഓരോരുത്തരോടും പറയണതാന്ന് മനസ്സിലാവാൻ അർത്ഥം. ശരിയല്ലേ? അതെ. ഇത് കേട്ട ഉടനെ സൂതന്, ഗുരുനാഥന് അത്യധികം സന്തോഷം ഉണ്ടായി അർത്ഥം. ഭഗവത് കഥ കേൾക്കാൻ, ഭഗവത് പ്രാപ്തിക്കുള്ള ഉപായങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഉള്ള താല്പര്യം ഇവർക്ക് കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മാർഗം ഉപദേശിക്കാം. എന്താ അത്? സർവസിദ്ധാന്ത നിഷ്പന്നം, സർവശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം നിങ്ങളെ കൽപ്പിക്കാം. സംസാര ഭയനാശനം, സംസാര ദുഃഖങ്ങളെയും ഭയത്തെയും എല്ലാത്തിനെയും ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി തീർക്കാൻ കഴിവുള്ളതായ ഒന്നുണ്ട്, അതാണ് ഭാഗവതം. ആ ഭാഗവത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഭാഗവത്തിൻ്റെ ഗുണം എന്താ? സർവശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ നിന്നും ഊറി വന്നതാ. അതിൻ്റെയൊക്കെ സാരമാണ്, എസൻസാണത് ഭാഗവതം. പോരാ, അത് കേട്ടാൽ അജ്ഞാനം നശിക്കും, ജനനമരണ ഭയം ഇല്ലാണ്ടായിത്തീരും, സംസാര ദുഃഖങ്ങൾ നന്നേക്കായിട്ട് മോചനം ഉണ്ടാകും. പോരാ, ഭക്തിയോഗവർദ്ധനം വെച്ച ഹൃദയത്തിൽ ഈശ്വര ഭക്തിയുടെ പ്രവാഹമുണ്ടാകും. ഭക്തിപ്രവാഹം, ഭക്തിയുടെ എന്താ പറയുക, വേലിയേറ്റം ഉണ്ടാവും. അതുണ്ടാക്കി തീർക്കുന്നതാണ്. കൃഷ്ണപ്രീതികരം, കൃഷ്ണ സന്തോഷഹേതുകം, ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നത്, അഥവാ ഈശ്വരനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നതുമായ ആ തത്വത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി കേൾക്കൂ, സാവധാനതയാ ശൃണു, ശ്രദ്ധയോടുകൂടി കേൾക്കൂ. എന്താ അത്? അതാണ് കലൗ കീരേണ ഭാഷിതം ശ്രീമദ് ഭാഗവതം. കലികാലത്തിൽ ഭാഗവതം എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്, ദേവി ഭാഗവതമൊക്കെ ഉണ്ട് അല്ലേ? അതല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കീരേണ ഭാഷിതം. കലികാലത്തിൽ സാക്ഷാൽ ശീശുക ബ്രഹ്മർഷി ഉപദേശിച്ച പാടി നടന്ന ശ്രീമദ് ഭാഗവത ശാസ്ത്രം. കാലവ്യാള മുഹഗ്രാസത്രാസ നിർനാശഹേതവേ. എന്താ ഈ ഭാഗവതം കേട്ടാൽ നമുക്ക് സിദ്ധിക്കുക? വലിയൊരു പാമ്പിൻ്റെ വായ നമുക്ക് രക്ഷപ്പെടാത്രേ. എല്ലാവരും ഒരു പാമ്പിൻ്റെ വായിലാണ്. ഏതാ പാമ്പ്? പരീക്ഷത്തിനെ ഒരു രക്ഷകനാണ് കടിച്ചെങ്കിൽ നമ്മളെയൊക്കെ ഒരു പാമ്പ് കടിച്ചിട്ടാണ് മരിക്കുന്നത്. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് എഴുത്തച്ഛൻ. കാലമാകുന്ന പെരുമ്പാമ്പ് നമ്മളെ വിഴുങ്ങിയിരിക്കുക. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ വായിലിക്കാൻ വേണത്. ഓരോ ദിവസവും കഴിയും തോറും, ഓരോ പിറന്നാൾ ഉണ്ണും തോറും, ഷഷ്ടിപൂർത്തിയും ശതാഭിഷേകം കഴിയും തോറും നമ്മൾ പാമ്പിൻ്റെ വായിലാ ഇറങ്ങി 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 ഇത്തിരി പുകയുള്ളൂ പുറത്തേക്ക്. നമ്മളത് അറിയണില്ല. അർത്ഥം കാലവ്യാളം, കാല ആകുന്ന പാമ്പ്, വ്യാളച്ച പാമ്പ്, കാലമാണ് ആ പാമ്പ്. കാലം ഓരോ നിമിഷം കഴിയും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കല്ലേ, വിഴുങ്ങിക്കൊണ്ടിരിക്കല്ലേ.
അതിന് ഭയപ്പെട്ടുകൊണ്ട് കഴിയുക. കാരണം ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല, ആർക്കും വയസ്സാവാൻ ഇഷ്ടമില്ല, ആർക്കും തലനരയ്ക്കാൻ ഇഷ്ടമില്ല, ആർക്കും തൊലി ചൊളിക്കാൻ ഇഷ്ടമില്ല. അല്ലേ, വയസ്സാവണ ആർക്കും ഇഷ്ടമല്ല. വയസ്സായ കണ്ണിന് കാഴ്ച കുറഞ്ഞു, കേൾവി കുറഞ്ഞു, മുട്ടിന് വേദന വന്നു, നടക്കാൻ വയ്യാണ്ടായി, ഇല്ലേ, പല പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് ആർക്കും ഇഷ്ടമല്ലോ. അപ്പം ഈ കാലത്തിനെ ഇഷ്ടമല്ല ആൾക്കാർക്ക്. അങ്ങനെയുള്ള പാമ്പിൻ്റെ കടി കൊണ്ട് വയറ്റിലേക്ക് പോയാൽ മരണമായി. മരണം ഒട്ടും ഇഷ്ടമല്ല എന്നർത്ഥം. അങ്ങനെ അതിൻ്റെ മുമ്പ് വഴിയിൽപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും ക്ലേശിച്ചുകൊണ്ടും ഇരിക്കുന്ന ആളുകൾക്ക് ആ കാലസർപ്പത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ, രക്ഷപ്പെടാനുള്ളതായ മാർഗം അതാണ് ഈ ഭാഗവതം പറഞ്ഞു തരുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. ഈ ശ്രീമദ് ഭാഗവത്തിലൂടെ ശ്രദ്ധയോടെ കേൾക്കൂ. അപ്പം കാലദേശങ്ങൾക്ക് അതീതമായ ഭഗവാനെ അറിഞ്ഞ് ആശ്രയിച്ച് സാക്ഷാത്കരിച്ചാലേ ഈ കാലസർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. കാലഭീതി നമ്മളെ വിട്ടുമാറുള്ളൂ എന്നർത്ഥം. ഈ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം ഇനിയും പറയണു. നിങ്ങൾ മനഃശുദ്ധിക്കുള്ള മാർഗം ചോദിച്ചില്ലേ? ഈ ശ്രീമദ് ഭാഗവതം വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും അതിനെ മനനം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മനസ്സ് തന്നെ ശുദ്ധാവും. മനഃശുദ്ധിക്ക് ഇതിലപ്പുറത്ത് വേറൊരു മാർഗ്ഗമില്ല, വേറൊരു വസ്തുവില്ല. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. മനസ്സിനെ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ ചെയ്യേണ്ടത് എന്താ? ഈ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചോളുക, സേവിച്ചോളുക, പാരായണം ചെയ്തോളുക. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പാരായണം ചെയ്ത് വായിച്ചോളുക. അർത്ഥത്തോടെ പഠിക്കാൻ പറ്റിയ ഉത്തമമായി, കൂടുതൽ നന്നായി. ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈ ഭാഗവതത്തെ സേവിക്കുന്നവർക്ക് ഭാഗവത സേവ കൊണ്ട് അവരുടെ മനസ്സ് ശുദ്ധമായിക്കോളും. ഈ ഭാഗവതത്തെക്കാളും ഉത്കൃഷ്ടമായ മറ്റൊരു ഉപായം ഈ കാമക്രോധാദികളിൽപ്പെട്ട് ദുഷിച്ചിരിക്കുന്ന മനസ്സിനെ ശുദ്ധീകരിക്കാൻ ലോകത്തിൽ വേറെയില്ല, ഒരാൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത്രയൊക്കെ വിശേഷപ്പെട്ടതാണ് ഭക്തി. ഹൃദയത്തിൽ ഓളം തട്ടും, അല്ലേ? നമുക്കിടെ ആത്മാവായ ഭഗവാനെ, നമുക്ക് സ്വന്തം കൃഷ്ണനെ അടയാൻ കഴിയും, വൈകുണ്ഠപ്രാപ്തി കിട്ടും, പരമാനന്ദാനുഭവം ഉണ്ടാവും. പോരാ, എല്ലാ ദുഃഖങ്ങളും ഇല്ലാണ്ടാവും. ഈ കാലമാകുന്ന പെരുമ്പാമ്പിൻ്റെ വായിൽ രക്ഷപ്പെടാം. കാലഭയം നമ്മളെ തൊട്ട് തീണ്ടില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഭാഗവതം ആർക്കാ കിട്ടുക? ആ ഭാഗവതം എന്ന ആ കൽപ്പവൃക്ഷത്തെ ചോട്ടിൽ നിന്ന് കാറ്റുകൊണ്ട് അതിൻ്റെ ആ സ്വാദിഷ്ടമായ പഴം ആസ്വദിക്കാനുള്ള ഭാഗ്യം ആർക്കുണ്ടാവും? എല്ലാവർക്കും ഇല്ല. അത്രേ. എന്താ? ജന്മാന്തരേ ഭവേത് പുണ്യം. എത്രയോ ജന്മജന്മാന്തരങ്ങളിൽ പുണ്യം ചെയ്തിട്ടുള്ള, സുഹൃതം ചെയ്തിട്ടുള്ള, സൽക്കർമ്മം ചെയ്തിട്ടുള്ള, ധാർമ്മിക ജീവിതം നയിച്ചിട്ടുള്ള ആളുകൾക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ. ഇത്രയർത്ഥം. ഭാഗവത ശ്രവണത്തിനുള്ള അധികാരം എന്താണ്? പുണ്യമാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമുക്ക് എത്ര പുണ്യമുണ്ടെന്ന്. നമുക്ക് ഭാഗവതം കേൾക്കണം തോന്നണമല്ലോ, ഭാഗവതം വായിക്കണം തോന്നണമല്ലോ, ഭഗവാന്റെ കഥ കേൾക്കണം തോന്നണമല്ലോ. എത്രയോ ജന്മാന്തരേ നമ്മൾ പുണ്യം ചെയ്തിട്ടുണ്ട്, സംശയമൊന്നുമില്ല എന്നർത്ഥം. അതെ. എന്താ അതിന് തെളിവ്? വെറുതെ അങ്ങനെ ഒരു അതിശയോക്തി പറയണോ? അല്ല, അതിന് പ്രമാണമുണ്ട് എന്നർത്ഥം. പണ്ട് ശിശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഗംഗാതീരത്ത് വെച്ച് ഭാഗവതം ഉപദേശിക്കുന്ന സമയത്ത് ഇവിടെ ഇതാ ഭാഗവതാമൃതം ശുഖബ്രഹ്മർഷി വിളമ്പാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ ദേവലോകത്തുള്ള ദേവന്മാരൊക്കെ ഈ ഭാഗവതം കിട്ടാൻ വേണ്ടിയിട്ട്, വാങ്ങാൻ വേണ്ടിയിട്ട് സ്വർഗലോകത്ത് അമൃതം കൊണ്ടുവന്നു എന്നാണ്. ശുഖം നത്വാ അവതൻ സർവേ സ്വകാര്യ കുശലാസുരാഹ. സ്വന്തം സ്വാർത്ഥം നേടാൻ മിടുക്കുള്ള ആൾക്കാരെന്നർത്ഥം. സ്വാർത്ഥികളാണ് ദേവന്മാർ പോലും നർത്ഥം. അങ്ങനെയുള്ള അവര് കച്ചവടത്തിന് വന്നു. എന്തു പറഞ്ഞു? കഥാസുതാം പ്രയച്ഛസ്വ. ഞങ്ങൾ ഒരു കുടത്തിൽ അമൃത് കൊണ്ടുവന്നുണ്ട്, ദേവലോകത്ത് അമൃത. പരീക്ഷത്തിനെ പാമ്പല്ലേ കടിക്കാൻ പോണത്, ഇത് കൊടുത്താൽ അദ്ദേഹം മരിക്കാണ്ടിരുന്നുള്ളൂ. എന്നിട്ടോ, അല്ലെങ്കിൽ ആ വിഷത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടും. എന്നിട്ട് ആ കഥാമൃതം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞ് വിനിമയത്തിന് വന്നു. വിനിമയം എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടം. ഒരു വസ്തു കൊടുത്ത് വേറെ വസ്തു വാങ്ങാം. അന്നൊക്കെ കാശില്ല, വസ്തു കൊടുത്ത് പകരം എക്സ്ചേഞ്ചാണ്. പൈസ വന്നപ്പോഴാണ് വസ്തു അല്ല പൈസ കൊടുത്ത് വാങ്ങാൻ തുടങ്ങിയത്. എന്തായാലും ഇങ്ങനെ വിനിമയം ചെയ്യാൻ കച്ചവടത്തിന് വന്ന സമയത്ത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വം എവിടെ? ദേവലോകത്തെ സ്വർഗത്തിൻ്റെ അല്പത്വം എവിടെ? നിസ്സാരത എവിടെ? ഇത് മനസ്സിലാക്കിയ മഹർഷി അവർക്ക് ഭാഗവതം കൊടുത്തില്ല. അത്രേ. കാക്കപ്പൊന്ന് എന്നൊക്കെയാണ് പറയാം. ഒറിജിനൽ സ്വർണ്ണമുണ്ട്, കാക്കപ്പൊന്നുണ്ട്, സ്വർണം പോലെയുള്ളത്, റോൾഡ് ഗോൾഡൊക്കെ പറയാം, അല്ലേ? സുധാ കഥാലോകെ. പരീക്ഷത്തിനെ പറ്റിക്കാനാവുന്നത്. ഇത്രയും മഹാത്മാവായി, ഭക്തോത്തമനായി, പരമവിരക്തനായി, ഉള്ളിൽ വെച്ച് തന്നെ കൃഷ്ണനെ കണ്ട, ഭഗവാനെ കണ്ട ധർമ്മനിഷ്ഠനായ പരീക്ഷിത്ത് മഹാരാജാവ് അത്രയും സുഹൃതം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഭാഗവത ശ്രവണത്തിന് ശിശുക ബ്രഹ്മർഷിയെ കിട്ടിയത്.
അത്രയൊന്നും സുഹൃതം പുണ്യമുള്ളവരല്ല ഈ ദേവന്മാർ. മാത്രമല്ല അവർ അഭക്താൻ താജ്ഞവിജ്ഞായ, അവർക്ക് ഇതിനുള്ള അർഹതയില്ല, അവർക്ക് ഭക്തിയൊന്നുമില്ല, അവർ പറ്റിക്കാൻ വന്നതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഭാഗവതം കൊടുത്തില്ല. ന ദദൗസ കഥാമൃതം. ശിവരീഷത്തിനെ പറ്റിച്ച് ഭാഗവതം വാങ്ങാൻ വന്ന ദേവന്മാർക്ക് പോലും ശ്രീമദ് ഭാഗവതം കിട്ടാൻ സാധിച്ചില്ല. അപ്പം എത്ര പുണ്യം ചെയ്താലാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുക, ദേവനാവാൻ പറ്റുക? സ്വർഗത്തിൽ പോയാൽ എന്തെല്ലാണ്ട് രംഭയുണ്ട്, തിലോത്തമയുണ്ട്, അവരെ ആലിംഗന സുഖം അനുഭവിക്കാം. അതുപോലെ കാമധേനുണ്ട്, അഭീഷ്ടങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ മതി, അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ എന്തെല്ലാം സുഖ സൗകര്യങ്ങളുള്ള സ്വർഗവാസികൾക്ക് പോലും എന്തില്ല, ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യമില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് ശാശ്വതമായിട്ടതായ മോക്ഷമില്ല. കുറച്ചു കാലം സ്വർഗീയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് തിരിച്ചു വരാമെന്നുള്ളൂ. എന്നാൽ ഭാഗവതം കേട്ടാലോ ഒരു സ്വർഗത്തിലും പോണ്ട, നേരെ വൈകുണ്ഠത്തിലാണ്, ഭഗവാന്റെ അടുത്താണ്. ശാശ്വതമായിട്ടതായ മോക്ഷമാണ് ഭക്തന് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഭാഗവതം കേൾക്കാൻ കൈവന്ന അവസരം വന്ന സുഹൃതികൾ ദേവന്മാരെക്കാളും മേലെയാണെന്ന് ഓർക്കണം എന്നർത്ഥം. നമ്മൾ ഓരോരുത്തരും ഭാഗവതം വായിക്കണമെന്നോ കേൾക്കണമെന്നോ പറയണമെന്നോ തോന്നുമ്പോൾ ഭഗവാന്റെ അപാരമായ വാത്സല്യമാണ്, കാരുണ്യമാണ്, എത്രയോ ജന്മ സുഹൃതമാണ് നമ്മളെ ഇതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ദേവന്മാർക്ക് പോലും സാധിച്ചിട്ടില്ലാത്ത ഒന്നാണ് നമുക്ക് സാധിക്കണേന്ന് നമുക്ക് വിചാരം ഉണ്ടാവണം. അപ്പോഴാണ് നമുക്കതിനൊരു ആദരവും അതിൻ്റെ ആ ഗൗരവവും നമുക്ക് മനസ്സിലാവുമെന്നർത്ഥം. ഇപ്പം ഈസി ആയിട്ട് എടുക്കില്ല മനുഷ്യർ. അല്ലെങ്കിൽ ലോകത്തിൽ നോക്കിക്കോളൂ, ഇതെത്ര ശരിയാന്ന്. ഈ ഭൂമിയിൽ സ്വർഗീയമായ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന പണക്കാരുണ്ട്, പണച്ചാക്ക് ഇഷ്ടം പോലെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഭാഗവതം കേൾക്കണം തോന്നുന്നില്ല. സുഖഭോഗങ്ങളിൽ മുഴുകി അതിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഭഗവത് കഥയിൽ രുചി തോന്നില്ല എന്നർത്ഥം. അതാ ഇപ്പം ഭൗതികമായ സമ്പത്തും സൗഭാഗ്യമൊക്കെ ഉണ്ടാവുന്നത് പുണ്യം കൊണ്ടാണ്. സ്വർഗീയമായ സുഖസൗകര്യങ്ങൾ ഉണ്ടായി ഇവിടെ, ഒന്നിനും ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ ഭാഗവതം കേൾക്കണം, ഭഗവത് കഥ കേൾക്കണം, ഭഗവാന്റെ മഹിമകൾ കേൾക്കണം, അവിടുത്തെ നാമം ജപിക്കണം എന്ന് തോന്നണ്ടേ? അത് തോന്നാത്തവരില്ലേ ഉണ്ട്. അപ്പം അതിന് താല്പര്യം വന്നാൽ അതിനവസരമുള്ളവർ അതിനേക്കാളും അവരെക്കാളൊക്കെ പുണ്യം കൊണ്ട് മേലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നർത്ഥം. ഇനിയും അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഭാഗവതത്തിൻ്റെ മഹത്വം. അത് വളരെ ദുർലഭമാണ്, അത് എത്രയോ സുഹൃതം ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ ഭാഗവതം കേട്ടാൽ മതി, എല്ലാ അജ്ഞാനത്തിൽ നിന്നും മോചനം കിട്ടും, അതുപോലെ ഭഗവത് പ്രാപ്തി നേടാൻ സാധിക്കും, വിവേകം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, ഈശ്വര പ്രേമം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അതെല്ലാവർക്കും സാധിക്കണില്ല എന്നുള്ളതാണ്. വീണ്ടും ഈ ഭാഗവതം കേട്ടിട്ട് പരീക്ഷത്തെ 7-ാം ദിവസം ജീവൻ മുക്തനായി അല്ലേ. പരീക്ഷത്തിന് മുക്തി കിട്ടിയെന്ന് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ആശ്ചര്യത്രേ. എന്താ കാരണം? ചില രീതിയിലൊക്കെ മരിച്ചാൽ അവർക്ക് സൽഗതിയില്ല എന്ന് പറയാം. ഇടിമിന്നലേറ്റ് മരിക്കുക, കള്ളന്മാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഗുണ്ടകളും കള്ളന്മാരും ഒക്കെ ആണല്ലോ ഭീകരന്മാർ, അവരുടെയൊക്കെ കൈകൊണ്ട് മരണം കൊള്ളു, തല്ലിക്കൊല്ലി മരിക്കുക, വെട്ടുകൊണ്ട് മരിക്കുക, പാമ്പ് കടിച്ച് മരിക്കുക, മൃഗങ്ങൾ കടിച്ചിട്ടോ മുറിച്ചിട്ടോ മരിക്കുക, അല്ലെങ്കിൽ മരം വീണിട്ടോ ചുമര് വീണിട്ടോ മരിക്കുക, ആക്സിഡൻറ്റ് മരണം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ മരിച്ചവർക്ക് സദ്ഗതി കിട്ടാൻ വിഷം മാത്രമേ. സദ്ഗതി കിട്ടാൻ തന്നെ വിഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവത് പ്രാപ്തിയുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? സ്വർഗപ്രാപ്തിയോ ബ്രഹ്മലോകപ്രാപ്തിയോ വൈകുണ്ഠപ്രാപ്തിയോ സാധിക്കുമോ? ഈ പരീക്ഷത്തിന് പാമ്പല്ലേ കടിച്ചത്? വ്യവഹാരത്തിൽ ദൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ പാമ്പ് കടിയിട്ടല്ലേ അദ്ദേഹം മരിച്ചത്. അതെ, അത് മഹാവിഷമുള്ള പാമ്പ്. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയതെന്താ? വൈകുണ്ഠപ്രാപ്തി, മോക്ഷപ്രാപ്തി. ഇത് കണ്ട സമയത്ത് മഹർഷിമാർക്കൊക്കെ ആശ്ചര്യം, ബ്രഹ്മാവ് പോലും ആശ്ചര്യപ്പെട്ടു എന്നർത്ഥം. ഉടനെ ആ ഭാഗവതത്തിൻ്റെ മഹിമ ഇത്രത്തോളം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരു ത്രാസ് കൊണ്ടുവന്ന് മോക്ഷശാസ്ത്രങ്ങളൊക്കെ ഒരു തട്ടിൽ വെച്ച് മറുതട്ടിൽ ഭാഗവതം വെച്ച് തൂക്കി നോക്കിയിട്ടേ. ലഘൂനി അന്യാനി ജാതാനി ഗൗരവേണ ഇതം മഹത്. ഭാഗവതത്തിൻ്റെ ഗൗരവത്തിൻ്റെ മുമ്പിൽ ഷഡ്ദർശനങ്ങളും വേദാംഗ ശാസ്ത്രങ്ങളും അതുപോലെ മോക്ഷശാസ്ത്രങ്ങളൊക്കെ തട്ട് താണുപോയി എന്നാണ്. അപ്പോൾ മഹർഷിമാരൊക്കെ ആശ്ചര്യപ്പെട്ടു. അപ്പം മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് വിവേക വൈരാഗ്യങ്ങളൊക്കെ വളർത്തി മനസ്സിനെ ശുദ്ധീകരിച്ച് ആത്മസാക്ഷാത്കാരത്തിലൂടെ മോക്ഷം കൈവരിക്കാൻ എത്രയെത്രയോ പ്രയാസമുണ്ട്, എളുപ്പമല്ല. അത്രയൊന്നും പ്രയാസമില്ല. അതിനേക്കാൾക്ക് എത്രയോ എളുപ്പമാണ് ശ്രീമദ് ഭാഗവത ശ്രവണ കീർത്തനാദികളിലൂടെ ഭക്തി വളർത്തി മനസ്സിനെ ശുദ്ധീകരിച്ച് ആ ആത്മസ്വരൂപനായ കൃഷ്ണനെ സാക്ഷാത്കരിച്ച് മുക്തിപദം അടയൽ എന്ന് അവർക്ക് ബോധ്യമായി. അന്ന് മുതൽ അവർ കണക്കാക്കി മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലൗ. ഈ ഭൂമിയിൽ കലികാലത്തിൽ പ്രത്യേകിച്ചും
ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ്. അതിൻ്റെ പഠനാൽ ശ്രവണാൽ സദ്യോ വൈകുണ്ഠഫലദായകം. ആ ഭാഗവതം വായിക്കുക, ദിവസം ഭാഗവത്തെ കേൾക്കുക, ശ്രവണം കൊണ്ടും പഠനം കൊണ്ടും അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നത് കൊണ്ടും എന്തുണ്ടാവും? ഉടനെ വൈകുണ്ഠഫലദായകം. അയാൾക്ക് ഉടനെ വൈകുണ്ഠപ്രാപ്തി ലഭിക്കും, മോക്ഷപ്രാപ്തി ഉണ്ടാവും. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതം ഓരോരുത്തരും എത്ര പ്രയാസപ്പെട്ടും കേൾക്കണം, വായിക്കണം, അതിനെ ആശ്രയിക്കണം, ഉപാസിക്കണം. ഭാഗവതത്തെ ഉപാസന ചെയ്യണം എന്നർത്ഥം. ഈ ഭാഗവതം നാരദ മഹർഷി നേരത്തെ തന്നെ അച്ഛനിൽ നിന്ന് ബ്രഹ്മാവെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഭാഗവതത്തിൻ്റെ സപ്താഹവിധി നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത് സനകാദി മഹർഷിമാരാണ്. സപ്താഹശ്രവണേനൈവ സർവഥാ മുക്തിദായകം. 7 ദിവസമായിട്ട് ഈ ഭാഗവതം നിഷ്ഠയോടുകൂടി ഇരുന്ന് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ അവന് ഉറപ്പായിട്ടും മുക്തി കിട്ടും എന്ന് സനകാദി മഹർഷിമാർ പണ്ട് നാരദ മഹർഷിക്ക് ഉപദേശിച്ചിട്ടുണ്ട് എന്ന്. അത് കേട്ടപ്പോഴാണ് ശൗനകാദി മഹർഷിമാർക്കൊരു സംശയം. ഈ നാരദ മഹർഷി എവിടെ വെച്ചാൽ ഈ സനകാദി മഹർഷിമാരെ കണ്ടത്? ഈ സനകാദി മഹർഷിമാരൊക്കെ ഒരിടത്തിരുന്ന്, നാരദനാണെങ്കിൽ അസ്ഥിരനാണ്, ഒരിടത്തും സ്ഥിരമായി താമസിക്കാത്ത ആളാണ്. ഒരിടത്ത് 7 ദിവസം ഇരുന്നിട്ട് ഭാഗവതമൊക്കെ കേട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? എവിടെ വെച്ചിട്ടാണ് അവർ കണ്ടത്? എന്ത് കാരണം കൊണ്ടാണ് നാരദന് ഈ ഭാഗവത സപ്താഹവിധി ഉപദേശിച്ചു കൊടുത്തത് എന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു, അത് ഭഗവത് ഭക്തിയെ പുഷ്ടിപ്പെടുത്തുന്ന, വളർത്തുന്ന, ജ്ഞാനവൈരാഗ്യങ്ങളെ പോഷിപ്പിക്കുന്ന വലിയൊരു ചരിത്രമാണ്. ശിശുക ബ്രഹ്മർഷി ഏകാന്ത ശിഷ്യനായ എനിക്ക് ഉപദേശിച്ചു തന്നതാ. അതെൻ്റെ കഴിവ് പോലെ ഞാൻ പറയാം. പണ്ട് നാരദ മഹർഷി ബദരീകാശ്രമത്തിൽ പോയി. അവിടെ ചെന്ന സമയത്ത് വിശാല എന്ന അവിടെ സ്ഥലത്തിൻ്റെ പേര്, ദേവതുല്യന്മാരായിട്ടുള്ളതായ 4 ഋഷിമാരെ, സനകാദി മഹർഷിമാരെ അവിടെ വെച്ച് കാണാൻ ചെയ്യുന്നു. അവരെന്തിനാണ് അവിടെ വന്നത്? സനകാദി മഹർഷിമാർ എപ്പോഴും ഹരിനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരിശരണം ഹരിശരണം എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണവരാ. ഒരു നിമിഷനേരം പോലും ഭഗവാനെ വിസ്മരിക്കാതെ സ്വയം ഭഗവാനെ ചിന്തിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തോ ഭഗവത് ചിന്തയിൽ തന്നെ കഴിയുന്നവരാ. നിമേഷാർത്ഥം നതിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയീം വിനാ സനകാദ്യൈ നാരദാദ്യൈ എന്നൊക്കെ പറയാം. ശുഗൻ, നാരദൻ, സനകാദികളൊക്കെ അരനിമിഷ നേരം പോലും അവരുടെ മനസ്സ് ഈശ്വര ചിന്തയില്ലാതെ ഇരിക്കുന്നില്ല എന്ന്. നിമേഷാർത്ഥം, ഒരു നിമിഷത്തിൻ്റെ പകുതി പോലും ആ പരമാത്മസ്മരണയില്ലാതെ ജീവിക്കുന്നില്ല അവർ. സദാ ഭഗവാനെക്കുറിച്ച് പറഞ്ഞും അല്ലെങ്കിൽ കേട്ടും കീർത്തിച്ചും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സനകാദികൾക്ക് സത്സംഗം വേണം തോന്നിയിട്ട് അത്ര അവർ ബദരിയിൽ വന്നത്. സത്സംഗാർത്ഥം സമായാത ദദൃശു തത്ര നാരദം. നോക്കൂ, അപ്പോൾ ആ സത്സംഗത്തിൻ്റെ മഹത്വം നമ്മളറിയാം. ശരിയോ? സനകാദി മഹർഷിമാർക്ക് സത്സംഗം കിട്ടാൻ വേണ്ടി, സത്സംഗ ലാഭം കൊതിച്ചുകൊണ്ട് അവർ ബദ്രിനാഥിൽ വന്നു. അവിടെ ധാരാളം മഹർഷിമാരൊക്കെ തപസ്സിരിക്കുന്നുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നരനാരായണ ഭഗവാൻ ഉണ്ടല്ലോ, അവരുമായിട്ട് സത്സംഗം ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം സമയമുണ്ട്. പക്ഷേ എത്ര ആൾക്കാർ സത്സംഗം ചെയ്യുന്നുണ്ട്? ഇന്ന് ധാരാളം പ്രോഗ്രാം ഓൺലൈനിൽ ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എത്ര ആൾക്കാർ ഈ സത്സംഗത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്? എവിടെ പോകേണ്ട ആവശ്യം കൂടിയില്ല. സത്സംഗത്തിൻ്റെ മഹിമ സനകാദി മഹർഷിമാരോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ അറിയുമെന്ന് പറയാൻ വയ്യാന്നർത്ഥം. എന്താ കാരണം? സത്സംഗം കൊണ്ട് മാത്രമേ നമുക്ക് നിസ്സംഗത്വം വരുള്ളൂ. ആചാര്യസ്വാമികൾ പറഞ്ഞു, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്ത് സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ സാക്ഷാത്കരിച്ച് അതിൽ പ്രതിഷ്ഠിതന്മാരായിരിക്കുന്ന മഹാന്മാരുടെ അടുത്ത് പോയിട്ട് ആ സത്വസ്തുവായ ഭഗവാനെക്കുറിച്ച് നമ്മൾ കേൾക്കണം ധാരാളം. അങ്ങനെ അത് കേട്ട് 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 സത്വസ്തു ഭഗവാനാണെന്ന് അറിയുമ്പോഴാണ് ഭഗവത് ഇതരങ്ങളായ വസ്തുക്കളോടുള്ള ആസക്തി നമുക്ക് പോകുള്ളൂ. അങ്ങനെ ക്രമേണ 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 നമുക്ക് ആ ഭഗവാൻ നിഷ്ഠ, ജീവൻ മുക്തിയൊക്കെ കൈവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുക്തി വേണമോ ഭക്തി സമ്പാദിക്കണം, ഭക്തി കിട്ടണമോ സാധുസേവ, സത്സംഗം. സത്സംഗം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അവിടെ വെച്ച് സത്സംഗത്തിന് വന്നു ചേർന്ന സനകാദി മഹർഷിമാർ നോക്കിയപ്പോൾ ഒരാൾ വളരെ വിഷണ്ണനായിട്ട് ഓടി വരുന്നു. അടുത്തെത്തിയപ്പോൾ നോക്കി ശ്രദ്ധിച്ചു, മനസ്സിലായി, അല്ല നമ്മുടെ ശ്രീനാരദ മഹർഷിയാണല്ലോ. ശ്രീനാരദ മഹർഷിയാണ് ഈ മഹൊക്കെ വിഷണ്ണ മാനവദനായിട്ട് വരണേന്ന് കണ്ട സമയത്ത് മഹർഷിയോട് ചോദിച്ചു, എന്തു പറ്റി മഹർഷേ? ദീനമുഖ
അങ്ങയുടെ മുഖമൊക്കെ വാടിയിരിക്കണമല്ലോ. കുതശ്ചിന്താപരോഹവാൻ, എന്തോ ചിന്ത കാര്യമായിട്ട് അങ്ങയുടെ മനസ്സിനെ മതിക്കണ്ടല്ലോ. ത്വരിതം ഗമ്യതേ, വളരെ വേഗത്തിലാണല്ലോ അങ്ങ് പോകണത്. അങ്ങ് കുതശ്ചാഗമനം, എവിടുന്ന് വരുന്നു, എവിടേക്കാണ് പോണത്? എന്താ അങ്ങയുടെ മുഖമൊക്കെ അങ്ങനെ വാടിയിരിക്കാൻ കാരണം? എന്താ അങ്ങക്ക് ദുഃഖം ഉണ്ടാവാൻ കാരണം? ഇതാനും ശൂന്യചിത്തോസി ഗതവിത്തോ യഥാജന. എങ്ങനെയപ്പോൾ നാരദൻ്റെ അവസ്ഥ? ധാരാളം പണം ഉണ്ടായിരുന്ന ഒരാളുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ട് പാപ്പരായി. അയാൾക്ക് എന്തൊരു ദുഃഖം ഉണ്ടാവൂലേ? കഴിഞ്ഞുകൂടാൻ പോലും വഴിയില്ലാതെ, കഞ്ഞി കുടിക്കാൻ പോലും വഴിയില്ലാണ്ട് നല്ല നിലയിലിരുന്ന ആൾക്ക് ഒന്നുമില്ലാണ്ടാവും സമയത്ത് വലിയൊരു വാക്വം, ഒരു ശൂന്യത തോന്നൂലേ? അതാണ് ശൂന്യചിത്തോസി. അങ്ങനെ ഒരു ശൂന്യനെ മാതിരി അങ്ങയുടെ മനസ്സിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ധരനെ പോലെയുള്ള ഒരവസ്ഥയാണല്ലോ. എന്ത് പറ്റി അങ്ങക്ക്? അങ്ങക്ക് ഇങ്ങനത്തെ അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവും. കാരണം ഒരുപാട് വസ്തുക്കളിൽ അവരുടെ മനസ്സിന് ആസക്തിയുണ്ട്, മോഹമുണ്ട്, കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ നാരദൻ അങ്ങനെയല്ലോ. മുക്തസംഗസ്യ തവേദം നോചിതം വത കാരണം. അങ്ങ് എല്ലാത്തിനുള്ള സംഘം വെടിഞ്ഞ ആളാ, സംഘം മുഴുവൻ ഉപേക്ഷിച്ച ആളാ നാരദൻ. സംഘമുണ്ട് നമുക്കൊക്കെ, പലതിനോട് അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവണത് അല്ലേ? നമുക്ക് എന്തിനാണോ അറ്റാച്ച്മെന്റ് ഉള്ളത്, ആസക്തി ഉള്ളത്, അത് നമ്മളെ വിരിയുമ്പോൾ അല്ലെങ്കിൽ അതിന് നമ്മൾ വിരിയേണ്ടി വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ശൂന്യത, നമുക്ക് വല്ലാത്തൊരു സങ്കടം, ദുഃഖം ഉണ്ടാവും. ഇതുമാതിരി ഇപ്പം നാരദനെ കണ്ടാൽ തോന്നുക. പക്ഷെ നാരദൻ ഇങ്ങനെ വരാൻ വയ്യ, നമുക്കൊക്കെ ഉണ്ടാവാണ്ടിരിക്കാനും വയ്യ. നമുക്ക് 100,000 വസ്തുക്കളോട്, വ്യക്തികളോടൊക്കെ ആസക്തിയുണ്ട്. പക്ഷെ നാരദൻ മുക്തസംഗന, സംഘം മുഴുവൻ വിട്ട ആളാ. എന്താ കാരണം? മനസ്സ് ഭഗവാനിൽ ഉറച്ച ആളാ, പരമഭക്തനാണ്. ഭക്തി ഉണ്ടായ പിന്നെ അവിടെ ശക്തി ഉണ്ടാവില്ല. അതെ, എന്നിട്ടും അങ്ങ് ദുഃഖിതനായിരിക്കണോ? എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി ആ ഗുരുനാഥന്മാരെ, മഹാത്മാക്കളെ നമസ്കരിച്ചും വെച്ച് പറഞ്ഞു, ഓ, ഞാൻ ഈയിടെ പുണ്യ ഭൂമിയായ ഈ ഭൂമിയിലേക്കൊന്ന് പോയി. സർവോത്തമല്ലേ ഈ ഭൂമി എന്ന് മനസ്സിലാക്കിയിട്ട്, ദേവന്മാർ പോലും ഈ ഭൂമിയിൽ ജന്മം കിട്ടാൻ മോഹിക്കണമല്ലോ. ഏറ്റവും ശ്രേഷ്ഠമാണ് ഭൂമി എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഭൂമി വരെ ഒന്ന് പോയി. അവിടെ എവിടെയൊക്കെ പോയി? പുണ്യസ്ഥലങ്ങളിലാണ് പോയത്. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി തീരം, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, രാമേശ്വരം, ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. എന്നിട്ടോ അവിടെയൊക്കെ പോയിട്ടുള്ള ഓരോ കാഴ്ചകൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനുള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ടു എന്ന്. എവിടെയും അവശ്യം ഞാൻ കണ്ടില്ല. കുത്രജിത് എവിടെയും ശർമ്മ, മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്ന, മനസ്സ് സന്തോഷം കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ കാണാൻ സാധിച്ചില്ല, നന്മകൾ കാണാൻ സാധിച്ചില്ല. എല്ലായിടത്തും അധർമ്മത്തിൻ്റെ കൂട്ടുകാരനായ കലിയുടെ ബാധ കൊണ്ട് അവിടെ മുഴുവനും അധർമ്മം വളർന്നിരിക്കണം. ജനങ്ങളൊക്കെ കളവും ചതിയും വഞ്ചനയും യാതൊരു മടിയില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കണം അർത്ഥം. അപ്പോൾ കലിയുടെ പ്രവേശം കൊണ്ട് ഭൂലോകത്തിൽ കാണുന്ന ദോഷങ്ങളെ കണ്ടിട്ട് തൻ്റെ മനസ്സിന് വല്ലാത്ത കഷ്ടം തോന്നി എന്ന് പറയാം. ജനങ്ങളൊക്കെ വെറും വയറ്റിപ്പഴപ്പിന് വേണ്ടി ജീവിക്കുക. ഉദരംഭരിണ ജീവ. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയല്ല, ഭക്തി മുക്തിയൊന്നുമല്ല. പിന്നെയോ എങ്ങനെ കുറച്ച് കാശുണ്ടാക്കാം, എങ്ങനെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാം, എങ്ങനെ സ്വന്തം വയർ നിറയ്ക്കാം എന്നാണ്. ഇങ്ങനെയായി ആൾക്കാരുടെ വിചാരം. കളവ് പറയുക, വേണ്ടെങ്കിൽ നുണ പറയാം, കളവ് പറയുക നത്തം. സത്യം ഇല്ല, തപസ്സില്ല, ഇന്ദ്രിയനിയന്ത്രണമില്ല, ശൗചമില്ല, ശുചിത്വമില്ല, ബാഹ്യ ശുചിത്വമില്ല, ആന്തര ശുചിത്വമില്ല, ദയയില്ല, ജീവകാരുണ്യമില്ല, പ്രവർത്തനങ്ങളില്ല, ദാനമില്ല. മന്ദാസുമന്ദമതയ, മന്ദബുദ്ധികളാണ്, ബുദ്ധിശൂന്യന്മാരാണ്, ഭാഗ്യം കെട്ടവരാണ്. പോരാ, പാഖണ്ഡനിരതാഹം, സശാസ്ത്രങ്ങളെ, വേദശാസ്ത്രങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് വേദവിരുദ്ധ ആചാരങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. വിരക്താസപരിഗ്രഹ, വിരക്തന്മാരായ ആൾക്കാരൊക്കെ ധനം സമ്പാദിച്ചു കൂട്ടുന്നതിലാണ് അവർക്ക് താല്പര്യം. വിരക്തന്മാർ ആസക്തന്മാരായി ജീവിക്കണം, ആസക്തന്മാരൊക്കെ വിരക്തന്മാരെമായി ജീവിക്കുക. തരുണീ പ്രഭൂതാഗേഹേ, വീടുകളിലൊക്കെ സ്ത്രീകൾക്കാണ് അധികാരവും ഭരണവും അവരാണ്. ശാലകോ ബുദ്ധിദായക, തൻ്റെ ബ്രദറിലോ, ശാലകം എന്നൊക്കെ പറഞ്ഞ അർത്ഥം, അവരൊക്കെയാണ് ഉപദേഷ്ടാക്കന്മാരായിട്ടുള്ളത്. കാശിന് വേണ്ടിയിട്ട് പിശുക്കന്മാരായ ആൾക്കാർ കുട്ടികളെ വിൽക്കാൻ തുടങ്ങിക്കണു. കുടുംബങ്ങളിലൊക്കെ ദമ്പതീനാം ച കൽക്കനം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹവും സ്വസ്ഥതയില്ലായ്മ. ആശ്രമയവനയിരുദ്ധ, ആശ്രമങ്ങളും പുണ്യക്ഷേത്രങ്ങളൊക്കെ ദുഷ്ടന്മാരായ ആൾക്കാർ, അധർമ്മികളായ ആൾക്കാർ വന്നു കൂടിയിരിക്കണം. അതുകൊണ്ട് അവിടെയൊക്കെ പോയാൽ അശാന്തിയും അസ്വസ്ഥതയും അങ്ങനെയുള്ള അക്രമങ്ങളും തന്നെ എന്നർത്ഥം. ക്ഷേത്രങ്ങളെയൊക്കെ ദുഷ്ടന്മാരനേകം നശിപ്പിച്ചു കളഞ്ഞിരിക്കണം. യഥാർത്ഥ യോഗിയെയോ സിദ്ധനെയോ ജ്ഞാനിയെയോ ഒരു ഭക്തനെയോ സദാചാര സമ്പന്നനായ ഒരാളെയോ കാണാൻ സാധിച്ചില്ല.
ഇതൊക്കെ കണ്ട് മനസ്സിന് വല്ലാത്ത സങ്കടം ഉണ്ടായി എന്നർത്ഥം. കലിയാകുന്ന ആ കാട്ടുതീ മനുഷ്യരുടെ മനസ്സിൽ നന്മകളെ മുഴുവൻ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ്. കാലിദാവാലേന അദ്യ സാധനം ഭസ്മതാം ഗതാം. എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു. പോരാ, സ്ത്രീകളൊക്കെ വ്യഭിചരിക്കാൻ തുടങ്ങി, ബ്രാഹ്മണരൊക്കെ വേദം വിൽക്കാൻ തുടങ്ങി, അന്നം വിൽക്കാൻ തുടങ്ങി. ഇനി എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ദോഷങ്ങൾ കലികാലത്ത് കാണപ്പെടുന്നു. ഇതൊക്കെ കണ്ട് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് അവസാനം ഭഗവാന്റെ പുണ്യലീലകൾ, കൃഷ്ണാവതാര ലീലകൾ നടന്ന അതിപുണ്യമേറിയതായ വൃന്ദാവന ഭൂമിയിലെത്താൻ ഇടയായി തീർന്നു. അവിടെ വന്നപ്പോഴോ ഒരാശ്ചര്യം കാണാൻ തോന്നുന്നു. എന്താ? ഒരു ചെറുപ്പക്കാരത്തി, അതിസുന്ദരിയായിട്ടുള്ളതായ ഒരു തരുണി വളരെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണം. ആ ദേവിയുടെ അടുത്ത് 2 വൃദ്ധന്മാര് കൊറ്റിയെപ്പോലെ നരച്ചിട്ടുള്ള ആൾക്കാർ ബോധമില്ലാതെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദേവി ആ കുട്ടികളെ ഉണർത്താൻ, ആ വൃദ്ധന്മാരെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുണരണില്ല, അത് സങ്കടപ്പെടുന്നു. എത്രയോ സുന്ദരിമാര് ഈ ദേവിയെ ശുശ്രൂഷിച്ചുകൊണ്ട് അടുത്തുണ്ടേനും, എന്നിട്ടും ആരോരുമില്ലാത്ത, രക്ഷിതാവില്ലാത്ത ഒരാളെ മാതിരി, അനാഥയെ മാതിരി ദേവി എന്നെ രക്ഷിക്കാൻ ആരാ ഉള്ളതെന്ന് 4 ഭാഗത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അടുത്ത് കൂടെ ഞാൻ കടന്നുപോയത്. നാരദനെ കണ്ട ഉടനെ ആ ദേവിക്ക് മനസ്സിലായി, ഇദ്ദേഹം മഹാത്മാവാണ്, സജ്ജനമാണ്, ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്കും എൻ്റെ കുട്ടികളുടെയും കട്ടം തീരുള്ളൂ. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യങ്ങളൊക്കെ പൊട്ടിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സത്സംഗം വേണം എന്ന് സൂചിപ്പിക്കുക. അതുകൊണ്ട് അതറിയുന്ന ഭക്തിദേവി ഉടനെ നാരദനെ വിളിച്ചു. ഭോ ഭോ സാദോക്ഷണം തിഷ്ഠ മച്ചിന്താമപി നാശയ ദർശനം തവ ലോകസ്യ സർവദാ അകഹരം പരം. ഏ മഹാത്മാൻ ശ്രീനാരദ മഹർഷിയല്ലേ അവിടുന്ന്, അങ്ങതാ ഒന്ന് നിൽക്കണമേ, ഒന്ന് എൻ്റെ അടുത്ത് വരണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും അങ്ങയുടെ വാക്കുകളെ കൊണ്ടും എൻ്റെ ദുഃഖത്തെ തീർക്കണമേ. അങ്ങയുടെ ദർശനം ലോകത്തിലുള്ളവരുടെ സകലവിധ പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നാരദൻ്റെ ദർശനിച്ച സത്സംഗം, മഹൽ ദർശനം, മഹാത്മാക്കളുമായിട്ടുള്ള അസോസിയേഷൻ കൊണ്ട് മാത്രമേ നമ്മുടെ ദുരിതങ്ങളും കഷ്ടങ്ങളും പാപങ്ങളൊക്കെ നശിക്കുള്ളൂ. അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ, ദുഃഖങ്ങൾ നശിക്കും. അതുകൊണ്ട് അങ്ങ് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാത്രമല്ല യഥാ ഭാഗ്യം ഭവേത് ഭൂരി, എത്രയോ ഭാഗ്യമുള്ളവർക്കാണ്, പുണ്യമുള്ളവർക്കാണ് ഭവതോ ദർശനം തഥാ, അങ്ങയെപ്പോലെയുള്ള മഹാന്മാരുടെയും ദർശനം ഒരാൾക്ക് കിട്ടുള്ളൂ. എത്രയോ സുഹൃതം കൊണ്ട് ഇപ്പോൾ സാധിച്ചു. അതുകൊണ്ട് ഇവിടെ വന്ന് എന്നെ ഒന്ന് സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നാരദൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല മനസ്സിലായില്ല, കാസി ത്വം കാസി, നീ ആരാ? ഇമൗ കാ കൗ, ഇവർ 2 പേരും ആരാ? ഈ വൃദ്ധന്മാരായി ഇവിടെ കിടന്നുറങ്ങണവര്. ഇമാ ആര്യാഹ കാഹ, പത്മലോചന അതിസുന്ദരിമാരായി നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരിമാരായ ദേവിമാരാരാണ്? വധ ദേവി വധ, പറയൂ ദേവി, സ്വസ്യ ദുഃഖസ്യ കാരണം. ഇത്രയൊക്കെ നിന്നെ ശുശ്രൂഷിക്കാൻ സ്വർഗീയ സുന്ദരിമാരുണ്ട്, എല്ലാം നമുക്ക് യൗവനുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് എന്താ നീ ദുഃഖിക്കണത്? എന്ത് കാരണമാണ് നിന്റെ ദുഃഖത്തിന്? പറയൂ, വിസ്തരിച്ച് പറയൂ. അപ്പോഴാണ് ആ ദേവിക്ക് കൂടുതൽ സങ്കടം വന്നു. അങ്ങയ്ക്ക് പോലും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല? നോക്കണം, ആരാണ്? ഹരിദാസ വരിഷ്ഠൻ എന്നാണ് ശ്രീനാരദ മഹർഷി പറയുന്നത് അല്ലേ. ഭക്ത ശിരോമണിയാണ്, ഭക്തിയുടെ ആചാര്യനാണ്, ഭക്തി പ്രചാരകനാണ് നാരദ മഹർഷി. അദ്ദേഹത്തിന് ഭക്തി ദേവിയെ കണ്ടിട്ട് മനസ്സിലായതേയില്ല. കലികാലത്തെ സ്ഥിതി പറയാം. ശ്രീനാരദന് പോലും ഭക്തിയെ കണ്ടിട്ട്, നേരിട്ട് കണ്ടിട്ട് മനസ്സിലാവാത്ത കാലാണത്. അപ്പം നമുക്കൊക്കെ ഭക്തി എന്താ മനസ്സിലായിട്ടുള്ള അറിയൂ? ഇത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ ഭക്തി എന്താണെന്ന് പറയണേ, ഈ ശ്രീനാരദ മഹർഷിയെ ആശ്രയിച്ച അവിടുത്തെ ഭക്തിസൂത്രം പഠിക്കാൻ തന്നെ വേണം. നാരദ ഭക്തിസൂത്രം പഠിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ഭക്തി ഉണ്ടോ എന്നറിയാൻ പറ്റുക. എന്നിട്ട് ഭാഗവതം വായിക്കുമ്പോഴാണ് അപ്പോൾ ഭക്തി ഉണ്ടാവുകയും ചെയ്യാം. അതാണ് നാരദന് പോലും ഈ കുട്ടിയെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. വലിയൊരു കാര്യമാണ് പറയണത്. എന്താ കാരണം? ഭക്തി ആഭാസങ്ങൾ ധാരാളം ഉണ്ടാവും കലികാലത്തിൽ. ആധ്യാത്മികതയുടെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകളുണ്ടാവും. അതൊക്കെയാണ് യഥാർത്ഥ ഭക്തിയും ജ്ഞാനവും ആധ്യാത്മികത എന്ന് ഭ്രമിച്ച ആൾക്കാർ പോവും, വഴിതെറ്റി പോവും. അതിന് സാധ്യത കലികാലത്തിൽ കൂടുതലാണ് അർത്ഥം. അപ്പോഴാണ് ദേവി പറഞ്ഞത്, അഹം ഭക്തിരിതി ഖ്യാത, അങ്ങേക്ക് അറിയില്ലേ, പ്രസിദ്ധയാണ് ഞാൻ. ഖ്യാത, ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധയാണ് ഭക്തി. അങ്ങനെയുള്ള ആ ഭക്തി ദേവിയാണ് ഞാൻ. ഇവരോ, ഈ ഇറങ്ങിക്കിടക്കണ ഈ വയസ്സന്മാര്, മേ തനയവും, എൻ്റെ കുട്ടിയോളാ. എന്താ അവരുടെ പേര്? ജ്ഞാന വൈരാഗ്യ നാമാനവും. ഒരുത്തൻ ജ്ഞാനം, ഒരുത്തൻ വൈരാഗ്യം. എന്നിട്ട് എന്ത് പറ്റി? കാലയോഗേന ജർജരവും, കാലം കൊണ്ട്
അല്ലെങ്കിൽ കാലക്കേട് കൊണ്ട് ഇവരൊക്കെ ജരാനരകൾ ബാധിച്ച് ജീർണിച്ച് വയസ്സന്മാരായി. ഓ, നിന്നെ ശുശ്രൂഷിക്കണ സുന്ദരിമാരോ ഗംഗാദി പുണ്യ നദികളുടെ ദേവതകളാത്രേ. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് അവരൊക്കെ എന്നെ സേവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവരൊക്കെ എന്നെ ശുശ്രൂഷിക്കാണ്ടെങ്കിലും എൻ്റെ കുട്ടികളുടെ സ്ഥിതി ഇങ്ങനെയായതുകൊണ്ട് എനിക്ക് ഒരു സമാധാനമില്ല, സന്തോഷമില്ല എന്ന് പറയാം. എന്നിട്ട് തൻ്റെ ജീവചരിത്രം കുറച്ചൊന്ന് പറഞ്ഞു. സാമാന്യമായിട്ട് പരിചയപ്പെടുത്തിയതിന് ശേഷം വിസ്തരിച്ച് പറയാ. വാർത്താമേ വിദതാപ്യസ്തി, എൻ്റെ ചരിത്രം ഞാൻ കുറച്ച് വിസ്തരിച്ച് പറയാം. ഇതാനും ശൃണു മത്വാർത്തം, അത് അങ്ങ് മനസ്സിലാക്കിയിട്ട് അങ്ങ് എനിക്ക് ശുത്വ സുഖമാവഹ, എനിക്ക് സുഖം ഉണ്ടാക്കി തരണം, സമാധാനം ഉണ്ടാക്കി തരണം, ശാന്തി ഉണ്ടാക്കി തരണം. എവിടെ ഞാൻ ജനിച്ചത്? ദ്രാവിഡേ അഹം ഉൽപ്പന്നം, ദ്രാവിഡ ദേശത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. വൃദ്ധിം കർണാടകേ കഥ, കർണാടകത്തിൽ വെച്ച് എനിക്ക് ധാരാളം അഭിവൃദ്ധി ഉണ്ടായി. കൊജിൽ കൊജിൽ മഹാരാഷ്ട്രേ, ഇടത്ത് മഹാരാഷ്ട്രത്തിലും പലയിടത്തും എനിക്ക് ധാരാളം വളർച്ചയുണ്ടായി, പോഷണം കിട്ടി. ഗുർജരേ ജീർണതാങ്കത, ഗുജറാത്തിൽ വന്നതോടുകൂടി കഷ്ടകാലായി, ജീർണിച്ചു എന്നർത്ഥം. ഗുജറാത്തിലുള്ള ആൾക്കാർക്ക് ഭക്തി കുറവാണ്, അത് ഗുജറാത്തികൾക്കറിയാം. അതുകൊണ്ട് അത് സ്വയം മനസ്സിലാക്കിയിട്ട് ഭാഗവതത്തെ വായിച്ചുകൊണ്ടും ഭാഗവത സപ്താഹം നടത്തിക്കൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗവതത്തിന് ഏറ്റവും പ്രചാരം അവിടെയാണ്. എന്താ കാരണം? അവർക്കറിയാം ഭാഗവതത്തിൽ പറഞ്ഞ ഗുജറാത്തിൽ വന്നപ്പോഴാണ് ഭക്തി ക്ഷീണിച്ചു പോയത്, ജ്ഞാനവൈരാഗ്യങ്ങളും. അതെ, തത്ര ഘോരകലയെ യോഗാൻ, എന്താ കാരണം? അപ്പോഴേക്കും കലികാലം ആരംഭിച്ചുകൊണ്ട് ആ ദുഷ്ടനായ കലിയുടെ ബാധ കൊണ്ട് ഞങ്ങളൊക്കെ ദുർബലരായി തീർന്നു, മക്കൾ വൃദ്ധന്മാരായി തീർന്നു, അശക്തന്മാരായി, നടക്കാൻ പോലും കഴിവില്ലാത്തവരായി തീർന്നു. പാഖണ്ഡമത പീഡിതാഹ, വേദവിരുദ്ധ ധർമ്മം, വൈദിക ധർമ്മത്തെ പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് ഭക്തിയൊക്കെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് വേദവിരുദ്ധമായ മാർഗത്തെ പിന്തുടരുന്ന ആൾക്കാർക്ക് ഭക്തി ഉണ്ടാകാൻ പറ്റില്ല. അവരുടെ ഉപദ്രവം കൊണ്ട് ഉള്ള നന്മകളും ഭക്തിയൊക്കെ നഷ്ടപ്പെടാൻ ഇടയായി. അപ്പോൾ പാഖണ്ഡന്മാർ ഞങ്ങളെ വല്ലാതെ ദുർബലപ്പെടുത്തി ക്ലേശിപ്പിച്ചു. അങ്ങനെ ദുർബലയായ ഞാനും എൻ്റെ മക്കളും നടക്കാൻ പോലെ അശക്തന്മാരായി തീർന്നു. അങ്ങനെ അവിടുന്ന് ഒരുവിധം എങ്ങനെയോ കഷ്ടപ്പെട്ട് ക്ലേശിച്ച് ഈ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു എന്നാണ്. ഈ വൃന്ദാവനത്തിൽ എത്തിയോടുകൂടിയോ വൃന്ദാവനത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് എനിക്ക് യൗവനം തിരിച്ചു കിട്ടി. പക്ഷേ എൻ്റെ മക്കളുടെ അവസ്ഥ വീണ്ടും ഇങ്ങനെ തന്നെ. ഞങ്ങൾ യുവനയുക്തന്മാരായി 3 ആളും ആനന്ദത്തോടുകൂടി സഞ്ചരിച്ചിരുന്നവർ ഇവിടെ വന്നപ്പോൾ ഞാൻ യുവതിയും സുന്ദരിയും, എൻ്റെ മക്കൾ വൃദ്ധന്മാരുമായി. അതെങ്ങനെ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? അതുമല്ല, ഈ കുട്ടികളെ ഞാൻ എത്രയൊക്കെ ഉണർത്താൻ നോക്കിയിട്ട് അവർ ഉണരുന്നില്ല, അവരുടെ വാർദ്ധക്യം നീങ്ങളില്ല. അതുകൊണ്ട് അങ്ങ് അവരെ ഉണർത്തുകയും അവരുടെ വാർദ്ധക്യം തീർത്തു തരും, എന്നെയും എൻ്റെ മക്കളെയും സന്തോഷിപ്പിക്കുകയും വേണം. ഇതാണ് ഇപ്പോൾ ഭക്തിയുടെ ആവശ്യം. നാരദ മഹർഷിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ജ്ഞാനേന ആത്മനി പശ്യാമി സർവമേതത്തയാനഘേ, ദേവി ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നിനക്ക് ഒട്ടും പാപമില്ല. അനഘേ, പാപരഹിതയായ ദേവി, നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കണു. ന വിഷാദത്തയാ കാര്യം, നിനക്കൊരിക്കലും സങ്കടത്തിൻ്റെ ആവശ്യമില്ല, നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഹരി ശംദേ കരിഷ്യതി, എല്ലാവരുടെയും ദുഃഖത്തെ ഹരിക്കുന്നത് കൊണ്ട് ഹരി എന്ന് പേരുള്ള ഭഗവാൻ ആ വിഷ്ണു നിന്റെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കി തീർക്കും, നിന്റെ ക്ലേശത്തെ ഇല്ലാണ്ടാക്കി തീർക്കും, നിനക്ക് പരമ സുഖം തന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി പറഞ്ഞു, എന്താണ് നിനക്ക് ഇപ്പം ഇങ്ങനെ വരാൻ കാരണം? കേൾക്കൂ, ഈ കാലത്തിൻ്റെ ദോഷം കൊണ്ടാണ്. മഹാദുഷ്ടനാണ് ഈ കലി, മഹാഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവനാണ് ഈ ഹരി. ദാരുണമായ പ്രവർത്തികൾ, ദുഷ്ടപ്രവർത്തികൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കും. നന്മകളൊക്കെ മനുഷ്യ മനസ്സ് നഷ്ടപ്പെടും, സദാചാരം നഷ്ടപ്പെടും, യോഗം, തപസ് എന്ന് വേണ്ട ഈ വക നന്മകളെല്ലാം മനുഷ്യ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാവും. അതൊക്കെ ദുഷിക്കും. തപസ് നഷ്ടപ്പെട്ടു, സാധനാനുഷ്ഠാനങ്ങൾ ഇല്ലാണ്ടായി, മനുഷ്യർക്ക് സദാചാരബോധമില്ലാണ്ടായി, ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി, വഞ്ചന സ്വഭാവവും ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവരായിത്തീരും, അസുരന്മാർക്ക് സമാനന്മാരായിത്തീരും. ഈ കലിബാധ കൊണ്ട് ജനങ്ങൾ, സജ്ജനങ്ങൾ അത്യധികം ദുഃഖിക്കും, ദുർജനങ്ങൾ അട്ടഹസിക്കുകയും ചെയ്യുന്ന കാലമാണിത്. എന്നാലും ബുദ്ധിമാന്മാർ ആ വിചാരശക്തി കൊണ്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ധൈര്യം അവലംബിക്കും. അവരാണ് ധീരന്മാർ. ഈ ഭൂമി ദിവസം ചെല്ലുന്തോറും, കലികാലത്തിൽ ഈ ഭൂമി ദിവസം ചെല്ലുന്തോറും കാണാനും തൊടാനും കൊള്ളരുതാത്ത രീതിയിൽ ദുഷിച്ചുകൊണ്ടിരിക്കും അത്രേ. വർഷേ വർഷേ ക്രമാജാത മംഗളന്നാവിദൃശ്യതേ, ഇവിടുത്തെ നന്മകളും മംഗളങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഈ ആശ്രയിച്ചോളൂ, നിന്റെ സങ്കടം ഭഗവാൻ തീർത്തുവാം. നിന്നെയോ സുതൈഹി, മക്കളെയോ കോപി വശ്യതി, ആരും തിരിഞ്ഞു നോക്കണില്ല. ശരിയല്ലേ?
കലികാലത്തിൽ ഇപ്പോൾ ആർക്കാ ഭക്തി വേണ്ടത്? കലികാലത്തിൽ ആർക്കാ ജ്ഞാനം വേണ്ടത്? കലികാലത്തിൽ ആർക്കാ വിരക്തി വേണ്ടത്? ആൾക്കാർക്ക് ഈ ഇന്ദ്രിയ വിഷയങ്ങൾ ധാരാളം അനുഭവിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ബഹിർമുഖന്മാരായി അസുരന്മാരായി തീരുക. അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഉപേക്ഷിത അനുരാഗാന്ധൈഹി, വിഷയാനുരാഗം, വിഷയാസക്തി കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടു മനുഷ്യർക്ക്. ആ വിഷയാസക്തി ഉള്ളിടത്ത് ഭക്തി ഉണ്ടാവില്ല. ആ ഭക്തി ആദരിക്കില്ല. ആ ഭക്തി ഇല്ലെങ്കിലോ ജ്ഞാനവൈരാഗ്യങ്ങളും ഒരാളുടെ മനസ്സിലുണ്ടാവില്ല. അതൊക്കെ വൃദ്ധരായി പോകും എന്നർത്ഥം. നമ്മുടെ സംസ്കാരത്തിനെ നമ്മൾ തിരിഞ്ഞു നോക്കണില്ലെങ്കിൽ അതിന് വാർദ്ധക്യം വരില്ലേ? അതല്ലേ ഇപ്പം നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ധർമ്മത്തിനോടോ നമ്മുടെ മതത്തിനോടോ അല്ലേ, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് അവരുടെ ധർമ്മശാസ്ത്രത്തിനോടോ അവരുടെ സംസ്കാരത്തോടോ ഒരു ബഹുമാനം ഇല്ലാണ്ടായി. മറ്റുള്ളവർക്കൊക്കെ നല്ലോണം നല്ല ബഹുമാനമുണ്ട്. അതുകൊണ്ടൊക്കെ യൗവനായിട്ട് യുവാവായിരിക്കുന്നുണ്ട്. നമ്മളോട് വയസ്സന്മാരായി ജരച്ച് കുറച്ച് ഇരിക്കപ്പോൾ എന്താ കാരണം? ആർക്കും വേണ്ടേ? അവർ ബിസി വിത്ത് സോ മെനി അതർ തിങ്സ്. ഈ വിഷയകാര്യങ്ങളിലാണ്. അതാണ് വിഷയ ആസക്തി കൊണ്ട് കണ്ണു കാണാത്തവരായി അന്ധന്മാരായി തീർന്നു. അതിൻ്റെ ഫലമായിട്ടോ നിന്നെയും നിന്റെ മക്കളെയും ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ജീർണിച്ചതായി ജരാനരകൾ ബാധിച്ച് ഇങ്ങനെ കഷ്ടപ്പെടാൻ ഇടവന്നത്. എങ്കിലും ഈ വൃന്ദാവനത്തിനൊരു എടുത്തു പറയത്തക്ക സവിശേഷതയുണ്ട്. വൃന്ദാവനത്തിൽ ഇന്നും ഭക്തി നിർത്തിയതീന്നാണ്. അവിടെയുള്ള ആൾക്കാർക്ക് ആ ശ്രീകൃഷ്ണ ഭക്തി നിറച്ചുണ്ട് നൃത്തം. ആ വൃന്ദാവനത്തിൻ്റെ സഹവാസം കൊണ്ടാണ് നീ ഇവിടെ വന്നതോടുകൂടി വൃദ്ധയായി നിന്റെ വാർദ്ധക്യം പോയി നിനക്ക് യൗവനൊക്കെ തിരിച്ചു കിട്ടിയത്. പക്ഷേ ഇവിടെയും അത്രേമൗ ഗ്രാഹക അഭാവാത്, ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഗ്രഹിക്കാൻ ഉൾക്കൊള്ളാൻ ആവശ്യക്കാരില്ലാണ്ടായി. അതുകൊണ്ടോ അവർക്ക് യൗവനം കിട്ടിയില്ല. വൃന്ദാവനത്തിലും ഭക്തിയുണ്ട്, പക്ഷെ സഗുണഭക്തിയാണ്, കൃഷ്ണഭക്തിയാണ് അവർക്ക്. ആ കൃഷ്ണഭക്തി അല്ലാണ്ട് കൃഷ്ണനല്ലാണ്ട് അവർക്ക് അപ്പുറത്തൊന്നുമില്ല. അവിടെ വേദാന്ത ശാസ്ത്ര പഠനം അതൊന്നും അവിടെ വില പോവില്ല. നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ഉപനിഷത്തിനോ വേദാന്ത സിദ്ധാന്തങ്ങൾക്കൊന്നും അത് വില പോവില്ല. അവിടെ രാമചരിതമാനസം, ഭാഗവതം, കഥ, എവിടെ നോക്കിയാലും പല കഥകൾ കേൾക്കാം. പക്ഷെ ആ ഭക്തിയുണ്ട് അവർക്ക്. അപ്പം ജ്ഞാനവൈരാഗ്യങ്ങളെ അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് ഇപ്പം വാർദ്ധക്യം വന്ന് കേൾക്കണു. കിഞ്ചിത് ആത്മസുഖേനേഹ. പക്ഷെ ഒരു ഗുണമുണ്ട് കേട്ടോ, ഈ ഭക്തി ഉള്ളതുകൊണ്ട് അവർക്ക് ഉള്ളിൽ നല്ലൊരു സുഖമുണ്ട്. അതുകൊണ്ട് സുഖനിദ്ര കിട്ടിയത്രേ. ഇതിനു മുമ്പ് അവിടെ സുഖനിദ്രയില്ലായിരുന്നു. ഇപ്പോൾ വൃന്ദാവനത്തിൽ വന്നിട്ട് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. എന്താ കാരണം? ഭക്തിക്ക് പുഷ്ടി ഉണ്ടായില്ലോ, ഭക്തിക്ക് താരുണ്യം വന്നുല്ലോ. ഇതാണ് ഇപ്പം അവർക്ക് സംഭവിച്ചിരിക്കണതെന്ന്. ഇത് കേട്ട സമയത്ത് ഭക്തിദേവി ചോദിക്കുക, എന്താ അങ്ങ് പറഞ്ഞത്? ഈ ദുഷ്ടനായ കലികാരനാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പാപിഷ്ടന്മാരായത്, ആ അസാൻമാർഗത്തിൽ പോണത്, അധർമ്മം ചെയ്യണത്, ഈ നന്മകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള നില വന്നതെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പാപപ്രവർത്തികൾക്ക് കാരണക്കാരനായ മഹാപാപിയായ കലിയെ എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് കൊല്ലാണ്ടിരുന്നത്? കഥം പരീക്ഷിത രാജ്ഞ സ്ഥാപിത. കലികാലത്തിലെ ആദ്യത്തെ രാജാവായിരുന്നില്ലേ ഈ പരീക്ഷിത്ത്? അദ്ദേഹം സമർത്ഥനായിരുന്നില്ലേ, ബുദ്ധിമാനായിരുന്നില്ലേ, ഭക്തനായിരുന്നില്ലേ, ധർമ്മജ്ഞനായിരുന്നില്ലേ, ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ളവനായിരുന്നില്ലേ? അദ്ദേഹം സാധിക്കുമായിരുന്നല്ലോ. എന്നിട്ട് എന്താണ് കലിയെ കൊല്ലാതെ സ്ഥാപിച്ചത്, നിലനിർത്തിയത്? ഈ ലോകത്തിൽ സ്ഥാപിച്ചിട്ട് പോയില്ലോ. പ്രവൃത്തേതു കലൗ സർവസാരക്കുത്രഗതോ മഹാൻ. അതുമാത്രമല്ല, ഈ കലി ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ സർവ്വ വസ്തുക്കളുടെയും സാരം എവിടെയാണ് പോയത്? ആ സാരത്തിന് ആധാരമായിട്ടുള്ള മഹത് വസ്തുക്കളെ ഒന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ അതൊക്കെ എവിടെ ഇരിക്കണത്? ആ നന്മകളൊക്കെ എവിടെ ഇരിക്കണത്? കൃഷ്ണേ സുധാമോപഗതേ ധർമ്മജ്ഞാനാദിഭി സഹം കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോ അധുനോദിത. ഭാഗവതൻ്റെ മഹിമ പറയാം. എന്ത്? കൃഷ്ണേ സുധാമോപഗതി. കൃഷ്ണൻ സുധാമത്തിലേക്ക് പോയതോടുകൂടി ധർമ്മജ്ഞാനാദികളാവുന്ന എല്ലാ നന്മകളും പോയി. ഇനിയിപ്പോൾ അതൊക്കെ ലോകത്തിൽ വീണ്ടും പ്രകാശിപ്പിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന പുരാണാർക്കനാണ്, പുരാണ സൂര്യനാണ് ഭാഗവതം. ഈ നന്മകളൊക്കെ ഇതൊക്കെ എവിടെ ഇരിക്കുന്നത്? ഇപ്പോൾ എന്തിനെ ആശ്രയിച്ചിരിക്കണം? ഭാഗവതത്തെ ആശ്രയിച്ചിരിക്കുക. അതുകൊണ്ട് ഭാഗവതത്തെ നമ്മൾ ആശ്രയിച്ചാൽ ഈ നഷ്ടപ്പെട്ട എല്ലാ നന്മകളും എല്ലാ ഗുണങ്ങളും നമുക്ക് വന്നു ചേരും. മാത്രമല്ല, ദേവി ചോദിക്കണു, എങ്ങനെ പരീക്ഷിച്ച് ഈ കലിയെ കൊന്നില്ല, എന്തിനെ സ്ഥാപിച്ചു? ആ കലിയുടെ ബാധ കൊണ്ട് ഈ ലോകത്തിലെ നന്മകളൊക്കെ എവിടെ പോയി ആശ്രയിച്ചിരിക്കുന്നു? ആരെ പോയി ആശ്രയിച്ചിരിക്കുന്നു? കരുണാപരേണ ഹരിണാവി അധർമ്മ കഥമീക്ഷതേ. ഭഗവാൻ ദയാമൂർത്തിയല്ലേ, കരുണാമൂർത്തിയല്ലേ, ധർമ്മസംരക്ഷകനല്ലേ? അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെ ഈ അധർമ്മവും ഈ കലിയുടെ പ്രവർത്തനവും കണ്ടിട്ട് ഒന്നിനും ഇടപെടാതെ എങ്ങനെയാണ് ഭഗവാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്?
ഇങ്ങനെ പല സംശയങ്ങൾ എനിക്കുണ്ട്. ഏമേ സംശയം ചിന്തി, ഈ സംശയമൊക്കെ അങ്ങ് തീർത്തു തരണം. ത്വത്വാചാ സുഹിതാസ്മിഹം, എന്തായാലും അങ്ങയെ കാണാനും അങ്ങയോട് സംഭാഷണം ചെയ്യാനും സാധിച്ചുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു കുളിർമയും സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നത്. സന്തോഷമായിട്ട് നാരദ മഹർഷി പറഞ്ഞു, ഏ ദേവി, ഞാൻ പറയണേ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. എല്ലാ കാര്യവും പ്രേമത ശ്രവണം ഗുരു, നീ പ്രേമത്തോടുകൂടി നീ ചോദിച്ചതുകൊണ്ട് നിന്നോട് എല്ലാ സംഗതികളും പറയാം. സർവം ഭക്ഷ്യാമി, എല്ലാം പറഞ്ഞുതരാം. അത് കേട്ടാൽ മതി. കശ്മലന്തേ ഗമീശ്വരി, നിന്റെ മനോമൗഢ്യം, വിഷമം ഇതുകൊണ്ട് തീരും ചെയ്യും. യഥാ മുകുന്ദോ ഭഗവാൻ ശ്മാം ത്യക്ത്വാ സ്വപദംഗതഃ തദ്ദിനാൽ ആയാതഃ സർവസാധനബാധകഃ. സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ നിന്ന് എന്ന് അവതാര വിഗ്രഹത്തെ ഉപസംഹരിച്ച് സ്വധാമത്തിലേക്ക് പോയോ ആ ദിവസം സർവശ്രേയസാധനങ്ങളെയും നന്മകളെയും ഒക്കെ നശിപ്പിക്കുന്ന ദുസ്വഭാവിയായ കലി ഈ ലോകത്തിൽ പ്രവേശിച്ചു. ആ കലിയെ നേരിട്ട് കാണാൻ ഭാഗ്യം ചെയ്ത ആളാണ് പരീക്ഷിത്ത്. ദൃഷ്ടോ ദിഗ്വിജയെ രാജ്ഞാ ദീനവത്സരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗ ഇവ സാരഭുക്ക്. നേരിട്ട് കണ്ടു കലിയെ. ആ കലിയെ കൊല്ലാനായിട്ട് ആളെടുത്തു. ആ സമയത്ത് ദിഗ്വിജയം നടക്കുന്ന സമയത്തെ കൈക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മഹാത്മാവായോണ്ട് കാൽക്കൽ വീണാൽ മതി, ശരണാഗതനെ കൊല്ലില്ല എന്ന്. ഉടനെ കാൽക്കൽ നിന്ന് ശരണമടഞ്ഞു. നമയാ മാരണീയോയം, ഒന്നാമത് തന്നെ ശരണമടഞ്ഞ ആളെ കൊല്ലാൻ പാടില്ല, ശരണാഗതനെ കൊല്ലുന്നത് ധർമ്മമല്ല. മാത്രമല്ല ഒരു വലിയ നന്മ, ഒരു വലിയ ഗുണം ഈ കലിയിൽ കണ്ടു ഈ പരീക്ഷിത്ത് മഹാരാജാവ്. എങ്ങനെ? സാരംഗ ഇവ സാരഭുക്ക്, എല്ലാത്തിൻ്റെയും സാരത്തെ സ്വീകരിക്കാൻ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. എങ്ങനെ? ഒരു വണ്ട് എങ്ങനെയാണോ ഒരു പുഷ്പത്തിൽ പോയി അതിൻ്റെ സാരമായ തേൻ മാത്രം ശേഖരിക്കുന്നത്, ഇതുപോലെ എത്രയോ തിന്മകളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ കലിയെങ്കിലും ഈ തിന്മകളെ മുഴുവനും അതിവർത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ നന്മ ഈ കലിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഗുണം മനസ്സിലാക്കിയിട്ടാണ് ഈ കലിജാനാം സുഖായജ, ഈ കലികാലത്ത് വന്ന് ജനിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ക്ഷേമം ഉണ്ടാവാൻ, സുഖം ഉണ്ടാവാൻ വേണ്ടി ആ കലിയെ കൊല്ലാതെ ഇവിടെ വാഴാൻ അനുവദിച്ചത്. അതെന്താ ഗുണം? ആ ഒരു ഗുണം മനസ്സിലാക്കി നമ്മൾ ആശ്രയിക്കേ വേണ്ടൂ. യത് ഫലം നാസ്തി തപസാം ന യോഗേന സമാധിന തത്ഫലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത്. എത്ര പ്രയാസമാണ് കലികാലത്തിൽ തപസ് ചെയ്യാൻ. യോഗസാധനകൾ അനുഷ്ഠിക്കുക, തപസ് ചെയ്യുക, ധ്യാന സമാധികൾ പരിശീലിക്കുക, ഇതൊക്കെ വളരെ വളരെ പ്രയാസമാണ് കലികാലത്തിൽ. തമോ ഗുണം ജാസ്തി ഉള്ളതുകൊണ്ട് രജോ ഗുണമുള്ളതുകൊണ്ടും സത്വഗുണം ഉണ്ടെങ്കിലൊക്കെ എളുപ്പമുള്ളൂ. ഇതൊക്കെ ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ കിട്ടുന്നത് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, സംസാരമോചനത്തിന് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, വൈകുണ്ഠപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം തപസ്സുകൊണ്ടും കഷ്ടപ്പെട്ട് ചെയ്യുന്ന യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ടും ധ്യാന സമാധി പരിശീലനങ്ങളെ കൊണ്ടും ഏതൊരു ഭഗവാനെയാണോ കിട്ടുക ഒരാൾക്ക്, ആ മോക്ഷം അനായാസേന. ഇത്രയൊക്കെ ദോഷങ്ങളുള്ള ഈ കലിയിൽ കേവലം ഹരിനാമ സങ്കീർത്തനം കൊണ്ട്, ഭഗവത് നാമ സങ്കീർത്തനം കൊണ്ട്, തിരുനാമ ജപം കൊണ്ട് കൈവരും എന്നുള്ളതാണ് കലികാലത്തിൻ്റെ ഏറ്റവും എടുത്തു പറയപ്പെട്ട മഹാരാജാവ് കണ്ട ഗുണവിശേഷം. അപ്പോൾ ഇത്രയും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് പോയി? ഈ ഹരിനാമത്തെ ആശ്രയിച്ചാൽ മതിയല്ലോ, ഭഗവാന്റെ തിരുനാമത്തെ ആശ്രയിച്ചാൽ മതി എന്നർത്ഥം. ആ നാമജപം കൊണ്ട് തന്നെ എല്ലാ കലിദോഷങ്ങളും നീങ്ങി മനസ്സ് പരിശുദ്ധമായി ആ ഭഗവത് പ്രാപ്തി കൈവരും. ഇത്രയും വലിയൊരു ഗുണം വേറൊരു യുഗത്തിലും ഇല്ല. കലേർ ദോഷനിധയ രാജൻ അസ്തി ഹേകോ മഹാൻ ഗുണ. ദോഷങ്ങളുടെ വിളനിലമാണ് കലി. അങ്ങനെയാണെങ്കിലും അസ്തി ഏകഹ മഹാൻ ഗുണ, ഇതിനെയൊക്കെ നിഷ്പ്രഭമാക്കി തീർക്കുന്ന വലിയൊരു ഗുണമുണ്ട്. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം പ്രചേത്. ആ ഭഗവാൻ മുകുന്ദൻ്റെ, കൃഷ്ണൻ്റെ, ഭഗവാന്റെ ആ മഹിമകളും ഗുണഗണങ്ങളും തിരുനാമങ്ങളും കേൾക്കും, കീർത്തിക്കും, ജപിക്കും മാത്രം മതി ഒരാൾക്ക് എല്ലാ ദോഷങ്ങളെയും തീർത്ത് ഭഗവത് പദമടയാൻ. ഇങ്ങനൊരു ഗുണം ഏത് യുഗത്തിലുള്ളത് പറയൂ? കലികാലത്തിൻ്റെ സവിശേഷതയാണ്. അങ്ങനെ ഈ ഗുണം കണ്ടിട്ടാണ് സാരഗ്രാഹി അദ്ദേഹം, എല്ലാത്തിൻ്റെയും സാരെടുക്കാൻ കഴിയുന്ന അദ്ദേഹം ഈ കലിയെ അന്ന് കൊല്ലാൻ കഴിവുള്ളവനായിട്ടും കൊല്ലാതെ കലികാലത്തിലുള്ള ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ചത്. കുകർമാചരണാത് സാരഹ സർവതോ നിർഗതോ ധുന പദാർത്ഥ സംസ്ഥിതാ ഭൂമൗ ബീജഹീനാ തുഷായഥാ. ഈ കലികാലത്തിൽ എങ്ങനെയാണ് ഓരോന്നിൻ്റെയും സാരം നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയാം.
അരി ഉള്ളിലില്ലാത്ത ഉമി പോലെയായിത്ര ഈ ലോകത്തിലുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും. എന്താ? ദുഷ്ടകർമ്മങ്ങൾ, നിന്ദ്യകർമ്മങ്ങൾ, അത് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാത്തിൻ്റെയും സാരം നഷ്ടപ്പെട്ടു. എല്ലാം പ്ലാസ്റ്റിക് പൂവ് പോലെ. പ്ലാസ്റ്റിക് പൂവ്, പ്ലാസ്റ്റിക് മാല, പ്ലാസ്റ്റിക് ചിരി. ആൾക്കാരുടെ ചിരി പോലും പ്ലാസ്റ്റിക്കായി. എല്ലാം പ്ലാസ്റ്റിക്, ഒക്കെ യാന്ത്രികം നടത്താം, മെക്കാനിക്കൽ, ആത്മാർത്ഥതയില്ലാത്തത്. കലികാലത്തിൽ അങ്ങനെയെല്ലാം. ഇനി കുറേ ഉദാഹരണങ്ങൾ പറയാം. ബീജഹീന തുഷായഥ എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞത്. അരിയില്ലാത്ത ഉമി പോലെ, വെറും പുറംതൊണ്ട് മാത്രം, ഷോ ഓഫ്, കാട്ടിക്കൂട്ടലുകൾ, വെറും പ്രഹസനങ്ങൾ, വെറും ചടങ്ങുകൾ, ആത്മാർത്ഥതയില്ലാത്ത അനുഷ്ഠാനങ്ങൾ. എന്ത് ചെയ്യുന്നതിൽ ആത്മാർത്ഥതയില്ല, ഹൃദയമില്ല, ഒക്കെ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. അങ്ങനെയായി കലികാലത്തിലെല്ലാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാവുക? അത് ഉള്ളിൽ അരിയില്ലാത്ത ഭൂമി പോലെയാണ്. വിപ്രയ ഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ. ആളുകൾ ബ്രാഹ്മണരെ വീട് തോറും കയറി ഭാഗവതം ഞാൻ വായിക്കാട്ടോ, കേൾക്കൂ എന്ന് പറഞ്ഞാൽ ഭാഗവതം കേൾപ്പിക്കുന്ന ആൾക്കാരെ. എന്നാൽ ഇദ്ദേഹത്തിന് ആ ഭാഗവത്തെ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്, ആ ഭഗവാനെ ഉപാസിക്കാനുള്ള അവസരമാണ്, അതുകൊണ്ട് തനിക്ക് ഭക്തി ഉണ്ടാവും, തൻ്റെ ജന്മൻ സാഫല്യം ഉണ്ടാവും എന്ന് വിചാരിച്ച് കേൾക്കല്ല. കണലോഭേന അദ്ദേഹത്തിന് എന്തെങ്കിലും ദക്ഷിണ കിട്ടാൻ വേണ്ടിയിട്ടാ. എന്നാൽ ഈ വീട്ടുകാർ കേൾക്കണതോ പിന്നെ ഉദരവം വയ്ക്കൂ, വീട്ടിൽ വരണം, ഒരു ഭാഗവതം വയ്ക്കൂ നിർബന്ധിച്ചിട്ട് വയ്ക്കുക. അല്ലാണ്ട് അവർക്ക് അതിൽ ശ്രദ്ധയും താല്പര്യം ഉണ്ടായിട്ടല്ല അവർ വയ്ക്കണത്, നടത്തണത്. മനസ്സിലായില്ലേ? കാരിത കണലോ. അതിൻ്റെ ഫലമായിട്ടോ കേൾക്കുന്നവനും ഫലമില്ല, പറയുന്നവനും ഫലമില്ല. ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളോടുകൂടി ദേവന്മാർക്ക് പോലും കിട്ടാത്ത ദുർലഭ വസ്തുവാണ് ശ്രീമദ് ഭാഗവതം. അല്ലേ? ദുർമരണം കൊണ്ട് സദ്ഗതി പോലും കിട്ടില്ല. അങ്ങനെയുള്ള പാമ്പ് കടി വെച്ച് മരിച്ച പരീക്ഷത്തിന് മോക്ഷം വൈകുണ്ഠം കൊടുത്ത മഹത്തായ ഗ്രന്ഥമാണ് ഭാഗവതം. ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ഭാഗവതം. ഇത് എനിക്ക് കേൾക്കാനുള്ളൊരു അവസരം കിട്ടിയല്ലോ എന്ന വിചാരത്തോട് കേൾക്കണ്ടേ? അതാണ് ശ്രദ്ധ. അങ്ങനെ കേൾക്കുമ്പോഴല്ലേ നമുക്കത് വേഗം പ്രയോജനപ്പെടുക. അത് കേൾക്കണവർക്ക് അങ്ങനത്തെ വിചാരമില്ല. കേൾക്കണവർ കേൾക്കണമെന്ന് ആഗ്രഹം കൊണ്ട് കേൾക്കുകയല്ല, നിർബന്ധം കൊണ്ട് കേൾക്കുക. പറയണവരോ അവർക്ക് അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ടല്ല നൃത്തം, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, ചില്ലിക്കാശിന് വേണ്ടിയിട്ട് അത് പറയാം. അതുകൊണ്ട് ഭാഗവതം ഉണ്ടെങ്കിലും, ഭാഗവത കഥാശ്രവണം ഉണ്ടെങ്കിലും അതിൻ്റെ ഫലം അവർക്ക് കിട്ടണില്ല. കഥാസാരം നിഷ്ഫലമായി. പിന്നെ മഹാപാപം ചെയ്തിട്ടുള്ള ആൾക്കാരും ദുഷ്ടന്മാരായ ആളുകളും ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ, നാസ്തികന്മാരൊക്കെ തീർത്ഥസ്ഥലങ്ങളിൽ പോയി താമസിക്കുക. അവിടെ വസിക്കുമ്പോഴോ തീർത്ഥങ്ങളുടെ ശക്തിയും മഹത്വമൊക്കെ പോയി. തീർത്ഥം എപ്പോഴാണ് തീർത്ഥാവണത്? തീർത്ഥം എന്ന് പറഞ്ഞാൽ ജലാശയല തീർത്ഥം. തരണം ചെയ്യിക്കുന്നതാണ് തീർത്ഥം. തരന്തി അനേന. ഏതൊന്നുകൊണ്ടാണ് നമുക്ക് ഈ സംസാരസാഗരത്തെ തരണം ചെയ്യാൻ കഴിയുന്നത്? അത് സജ്ജനങ്ങളാണ്. തീർത്ഥസ്ഥലത്തൊക്കെ സജ്ജനങ്ങളുണ്ടാവും, സ്വന്തം മഹാത്മാക്കളുണ്ടാവും. അവരുടെ അടുത്ത് പോയാൽ നമുക്ക് സത്സംഗം തരാവും, ഈശ്വരഭക്തി ഉണ്ടാവും, ഈശ്വരകഥകൾ കേൾക്കാൻ കഴിയും. ഇപ്പം അങ്ങനെയല്ല. അങ്ങനത്തെ തീർത്ഥസ്ഥലങ്ങളിലൊക്കെ ആരാ? മഹാപാപികൾ നേരിട്ട് നരകത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്തവരാ. അങ്ങനെയുള്ള ദുഷ്ടന്മാരാണ്. ഭീകരകർമ്മങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാർ ആ തീർത്ഥസ്ഥലങ്ങളിൽ വന്ന് താമസിച്ചുകൊണ്ടോ തീർത്ഥത്തിൻ്റെ സാരം നഷ്ടപ്പെട്ടു എന്നത്. തപസ് ചെയ്യേണ്ട ആൾക്കാർ, പക്ഷെ ആ തപസ് ചെയ്യുന്ന ആരാ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെയൊക്കെയുള്ള ദുഷിച്ച മനസ്സ് വെച്ചുകൊണ്ട് തപസ് ചെയ്താൽ തപസ്സിന് ഫലം കിട്ടും. തപസ്സിൻ്റെ ഫലം ഇല്ലാണ്ടായി. മനസ്സിനെ ജയിക്കാതെ ഇനി കിട്ടിയത് പോരാ ഇനിയും വേണമെന്നുള്ളതായ കൊതിയോടുകൂടി, ഞാൻ കേമൻ എന്നുള്ളതായ ആ അഹങ്കാരത്തോടുകൂടി വേദവിരുദ്ധ ധർമ്മങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ധ്യാനിക്കുന്നു ആൾക്കാർ. അതുകൊണ്ട് ധ്യാനത്തിന് ഫലം ഇല്ലാണ്ടായി. ശാസ്ത്രപഠനം ഇല്ലേനും. വൈദികമായ ശാസ്ത്രത്തിൻ്റെ അഭ്യാസം കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഭഗവത് സ്വരൂപം അറിഞ്ഞ് ഭഗവാനെ ധ്യാനിച്ച് സാക്ഷാത്കാരം നേടാൻ സാധിക്കുള്ളൂ. പക്ഷേ ശാസ്ത്ര അനഭ്യസനാൽ, ശരിയായ ശാസ്ത്രങ്ങളുടെ, വൈദിക ശാസ്ത്രങ്ങളുടെ അഭ്യാസമോ അല്ലെങ്കിൽ പഠനമോ അതുപോലെയുള്ള ശ്രവണമോ ഒന്നുമില്ല. എന്നാൽ അതിന് വിരുദ്ധമായ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, കേൾക്കണമുണ്ട്. മനസ്സ് ജയിക്കാൻ കഴിവില്ല. ലോഭം, ദമ്പം, ഇതൊക്കെ കൊണ്ട് ധ്യാനത്തിൻ്റെ ഫലം ഇല്ലാണ്ടായി. പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോത്തുകളെ പോലെ ഭോഗം ചെയ്തുകൊണ്ടിരിക്കുക അത്രേ. ഈ പാണ്ഡിത്യം എന്തിനാ? പണ്ഡിതന്റെ ലക്ഷണം എന്താ? പാണ്ഡിത്യം വെച്ചാൽ മോക്ഷത്തിനുള്ളതാണ് പാണ്ഡിത്യം. പണ്ടാന്ന് പറഞ്ഞാൽ ആത്മവിഷയ ബുദ്ധിയാണ്, അതില്ല. അവരൊന്നും മുക്തി സാധനയെ അദക്ഷ, മോക്ഷത്തിൽ താല്പര്യമില്ല, മോക്ഷത്തിൽ സാമർഥ്യമില്ലാത്തവരായി. എന്നാലോ പുത്രസ്യോൽപാദനേ ദക്ഷ,
സമർത്ഥന്മാരാണ് മക്കളെയൊക്കെ ജനിപ്പിക്കുന്ന കാര്യത്തിൽ. പാണ്ഡിത്യം ഉണ്ടായിട്ട് എന്താ കാര്യം? പാണ്ഡിത്യം കൊണ്ട് ഭഗവാനെ അടയാനാണ്. അതിന് കഴിയാത്ത പാണ്ഡിത്യം കൊണ്ട് അവർക്ക് മോക്ഷം ലഭിക്കണില്ല. നഹി വൈഷ്ണവതാകുത്ര സമ്പ്രദായ പുരസ്സര. എവിടെ നോക്കിക്കഴിഞ്ഞാലും ശരിയായ ഭാഗവതധർമ്മം, വൈഷ്ണവധർമ്മം, ഭക്തധർമ്മം കാണാനില്ല. ഇങ്ങനെ എല്ലാം ബാഹ്യ ദൃഷ്ടിക്കൊക്കെ ഇങ്ങനെ കാണാനുണ്ട് തരും, വെറും ഒരു പുറംപൂച്ചായിട്ട് മാത്രം, ഉള്ളിൽ കാമ്പില്ലാത്ത ആ ഉമി പോലെ. അതുകൊണ്ട് ഓരോന്നിൻ്റെയും വസ്തുക്കളുടെയും സാരം നഷ്ടപ്പെട്ടു. എന്താ പിന്നെ ഇതൊക്കെ ഇങ്ങനെ കടക്കണ കണ്ടിട്ട് ഭഗവാൻ മിണ്ടാണ്ടിരിക്കണേന്നാണെങ്കിലോ എന്തു ചെയ്യാം ഭഗവാന്? അയം തു യുഗധർമ്മോഹി. ഈ കലികാലത്തിൻ്റെ ഓരോ യുഗത്തിനും ഓരോ ധർമ്മമുണ്ട്. ഈ കലികാലത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. അതുകൊണ്ട് സർവചരാചരങ്ങളുടെ ഉള്ളിലും വാഴുണ്ട് ആ ഭഗവാൻ. ആ ഭഗവാൻ ഇത് കണ്ടിട്ടും ഭഗവാൻ അതൊക്കെ സഹിക്കണു എന്നർത്ഥം. ഇങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന് തനിക്ക് തൻ്റെ കുട്ടികൾക്കും കഷ്ടം വരാനുണ്ടായ കാരണം മൊത്തത്തിൽ ഈ രാജ്യത്തിൽ ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്ന അധപ്പതനവും അധർമ്മവും ഒക്കെ എന്തുകൊണ്ടാണ് എന്നൊക്കെ കേട്ടതോടുകൂടി ദേവിക്ക് വളരെ വളരെ സമാധാനം ഉണ്ടായി. ദേവി പറഞ്ഞു, സുരക്ഷയെ ത്വംഹി ധന്യോസി. അങ്ങ് മഹാഭാഗ്യശാലിയ, ധന്യനാ. എനിക്ക് അങ്ങേ കാണാൻ കഴിഞ്ഞ എത്രയോ ജന്മസുഹൃതം കൊണ്ട്. സാധുക്കളുടെ ദർശനമാണ് ഈ ലോകത്തിൽ സർവശ്രേയസ്സിനുള്ള കാരണം. സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. മഹാത്മാക്കളുടെ ദർശനം, സത്സംഗമാണ് എല്ലാ ശ്രേയസ്സിനെയും ഒരു ജീവന് കൊണ്ടുകൊടുക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് എനിക്ക് കാണാൻ സാധിച്ചുല്ലോ. ഞാൻ ധന്യായി. അങ്ങ് ധന്യനാ. എന്തുകൊണ്ട്? അങ്ങ് ലോകത്തിലെ എത്രയോ ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് അങ്ങയുടെ ഉപദേശം കൊണ്ടും സംസർഗം കൊണ്ടും എത്രയെത്ര ജീവന്മാരെയാണ് ഈ സംസാരത്തിൽ നിന്ന് കരകയറ്റിയിട്ടുള്ളത്. ജയതി ജഗതിമായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. അങ്ങയുടെ ആ കുറച്ചു നേരത്തെ ഉപദേശം കേട്ടിട്ടല്ലേ അച്ഛൻ്റെ മടിയിലിരിക്കാൻ കൊറ്റാതെ സങ്കടപ്പെട്ടു പോയ ധ്രുവകുമാരൻ 5 മാസത്തെ തപസ്സുകൊണ്ട് മഹാവിഷ്ണുവിനെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി ആ ഭഗവാന്റെ പരമഭക്തനായി അവസാനം ആ വൈകുണ്ഠപ്രാപ്തിക്ക് അർഹനായി തീർന്നത്. പോരാ, കയാധുപുത്രൻ ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദനെ ഗർഭത്തിൽ വെച്ച് തന്നെ ആ ഈശ്വരഭക്തിയുടെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ മായയെ ജയിപ്പിച്ചില്ലേ. ധ്രുവമത വ്യാപോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. അങ്ങനെ ധ്രുവന്റെയും പ്രഹ്ലാദന്റെയും കഥ എടുത്തു പറഞ്ഞെങ്കിലും ഇങ്ങനെ നാരദന്റെ സംസർഗം കൊണ്ട് എത്രയെത്ര ആളുകളാണ് ആ ഭഗവാനിൽ ഭക്തിയുള്ളവരായി തീർന്ന് സംസാരത്തിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും മുക്തരായി തീർന്നത്. അങ്ങനെ സകല ജനങ്ങളെയും ആ ഭഗവത് പദത്തിലെത്തിക്കുന്ന അങ്ങ് ധന്യധന്യൻ. ഭഗവത് ഭക്തനായ അങ്ങ്, ബ്രഹ്മപുത്രനായ അങ്ങ് എത്രയോ ധന്യനാണ്. അങ്ങേ കണ്ടതുകൊണ്ട് ഞാൻ ധന്യയായി എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആ സമയത്ത് ആശ്വസിപ്പിച്ചു. വൃഥാ ഖേദയസേ ബാലേ. ദേവി ഇങ്ങനെ അതും ഇതും പറഞ്ഞ് എന്തിനാ സങ്കടപ്പെടുന്നത്? ദുഃഖം തീരാൻ ഒരു വഴിയുള്ളൂ. എന്താ വഴി? ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര. ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തൃപ്പാദങ്ങളെ, പാദപത്മങ്ങളെ ഓർക്കൂ, സ്മരിക്കൂ, ചിന്തിക്കൂ. മതി എന്നാ ദുഃഖം നശിക്കും, ദുഃഖം ഗമിഷ്യതി. വാസ്തവത്തിൽ ഇതാണ് സജ്ജനങ്ങൾ നമുക്ക് പറഞ്ഞു തരിക. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങൾ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കൂ. ഭഗവാൻ മാത്രമാണ് നിത്യസുഖസ്വരൂപൻ, നിത്യ ആനന്ദമൂർത്തി, ശാശ്വതാനന്ദ വസ്തു. ആ ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രമേ നമ്മുടെ ദുഃഖം പോകുള്ളൂ. ആ ഭഗവാനെ ആശ്രയിക്കൂ. ഈ നശ്വരമായ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ വസ്തുക്കളെയും ആശ്രയിച്ചത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടായത്. ഇതിനെ ചൊല്ലിയിട്ടുള്ള ചിന്ത വിടൂ, വേവലാതി ഉപേക്ഷിക്കൂ. എന്നിട്ടോ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ മോക്ഷസ്വരൂപനായ ഭഗവാന്റെ പാദപത്മങ്ങളെ സർവാത്മന ശരണമടയൂ. ആ ഭഗവാൻ എങ്ങും നിറഞ്ഞു നിൽക്കുകയാണല്ലോ, എവിടെയും പോയിട്ടില്ലല്ലോ. സകൃഷ്ണ ക്വാപിനോഗത. ആ കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല. നമ്മൾ വിചാരിക്കും കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലം ഒരു 5600 കൊല്ലം മുമ്പല്ലേ. അന്ന് പാഞ്ചാലി അനുഗ്രഹിച്ചിട്ടുണ്ടാവാം, പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചിട്ടുണ്ടാവാം, അല്ലേ, ഗോപിമാരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇന്നിപ്പോൾ കൃഷ്ണനില്ലോ, കൃഷ്ണൻ പോയില്ലേ. സകൃഷ്ണ ക്വാപിനോഗത. ആ കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല. ആ കൃഷ്ണനാണ് നമ്മുടെ ഹൃദയത്തിൽ അന്തര്യാമിയായിരിക്കുന്നത്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ അന്തര്യാമിയായിരിക്കൊണ്ടാണ് നമ്മളുള്ളത് ജീവനോടെ. ദ്രൗപദീത പരിത്രാത. ദുഷ്ടന്മാരായ കൗരവ സദസ്സിൽ വെച്ച് തലമുടി പിടിച്ച് വലിച്ചും അതുമാതിരി വസ്ത്രം അഴിച്ചും അപമാനിക്കാൻ ശ്രമിച്ച ആ സമയത്ത് ഏതൊരു കൃഷ്ണനാണോ ആ ദേവിയുടെ രക്ഷയ്ക്ക് ഓടിയെത്തിയത്? പാലിത ഗോപസുന്ദര്യ. എത്രയെത്ര അസുരന്മാരാണ്. ദശമസ്കന്ധത്തിൽ പോയാൽ നമുക്ക് കാണാം ഭഗവാന്റെ വൃന്ദാവന ലീലയിൽ
ആ ഗോപന്മാരെയും ഗോപിമാരെയും ദ്രോഹിക്കാൻ എത്രയെത്ര അസുരന്മാരും ഒന്നോടെ കംസനയച്ചവർ. ഇവരെയൊക്കെ നിഷ്പ്രയാസം വധിച്ച് അവരെയൊക്കെ സംരക്ഷിച്ചില്ലേ ഭഗവാൻ. ഇതുപോലെ എത്രയെത്ര ഭക്തന്മാരെ. അങ്ങനെയുള്ള ആ ഭഗവാൻ എവിടെയും പോയിട്ടില്ല. ആ ഭഗവാനെ ആശ്രയിച്ചോളൂ, ദുഃഖം തീരും. ദുഃഖം തീരാൻ ഒരു വഴിയുള്ളൂ. എന്ത്? ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ പാദപത്മങ്ങളെ സർവാത്മന ശരണമടയുക എന്ന് പറയുകയാണ് ശ്രീനാരദ മഹർഷി. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ദുഃഖം വരുംതോറും ഭഗവാനെ ആശ്രയിക്കൽ കൂടണം. ഭഗവാനെന്ന് നമ്മുടെ മനസ്സ് അകന്ന് ഈ വിഷയങ്ങളിലേക്ക് പോയത് കൊണ്ടാണ് ദേഹത്തിലേക്കും ദേഹസംബന്ധികളിലേക്കും പോകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ദുഃഖം ഉണ്ടാകുമ്പോൾ ഓർമ്മിക്കുക, ഓ മനസ്സ് ഭഗവാൻ അകന്നു പോയി. വീണ്ടും ഭഗവാനെ സ്മരിക്കുക, അവിടുത്തെ തിരുനാമം കീർത്തിക്കുക, അവിടുത്തെ കഥ കേൾക്കാം, സത്സംഗത്തിന് പോവുക, എവിടെയെങ്കിലും സത്സംഗം കേൾക്കുക, ഇല്ലെങ്കിൽ ഒന്ന് വായിക്കുക, ഭാഗവതരുന്ന് വായിക്കുക, നാമം ജപിക്കുക, ആ കൃഷ്ണനെ മനസ്സിലിങ്ങനെ കാണുക, നമ്മുടെ ദുഃഖം ഇല്ലാണ്ടാവും. ഇതാണ് നാരദ മഹർഷി ലോകത്തിന് മുഴുവൻ തരുന്ന ഉപദേശം. തുടരാം നമുക്ക് നാളെ. ഇനി ഭക്തിയോട് പറയുന്ന വാക്കുകൾ. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.